നമസ്തേ. ജനം ഡിബേറ്റിലേക്ക് സ്വാഗതം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ അവസാന മണിക്കൂറുകളിൽ LDFും UDFും RSSനെ ചിത്രത്തിൽ കൊണ്ടുവന്നത് മനഃപൂർവ്വമല്ലേ? RSSനെ പഴി പറയാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താ സമ്മേളനം പോലും വിളിച്ചുകൂട്ടി. RSSുമായുള്ള പഴയ സഹകരണം തുറന്നു പറഞ്ഞ പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെ തിരുത്തുക തന്നെയായിരുന്നു മുഖ്യമന്ത്രിയുടെ ഉദ്ദേശ്യം. അതോ വർഗീയ സംഘടനകളുമായുള്ള തെരഞ്ഞെടുപ്പ് ബാന്ധവത്തിൽ നിന്നും ശ്രദ്ധ തിരിക്കുകയായിരുന്നു ലക്ഷ്യം? RSS വിഷയം ഉയർത്തിക്കാട്ടി ജമാഅത്തെ ഇസ്ലാമി ബന്ധം കാർപ്പറ്റിന് അടിയിലാക്കാനായിരുന്നില്ലേ UDFും ശ്രമിച്ചത്? RSS തീവ്രവാദ സംഘടനയാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്ന CPM, പാർട്ടി സൈദ്ധാന്തികനായിരുന്ന EMS മുഖ്യമന്ത്രിയായിരിക്കെ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തെപ്പറ്റി നിയമസഭയിൽ നൽകിയ മറുപടി ഒന്ന് പൊടി തട്ടി വായിക്കുന്നത് നന്നായിരിക്കും. പാർട്ടിയുടെ പ്രഖ്യാപിത നിലപാട് പിണറായിയുടേതാണെങ്കിൽ CPM EMSനെയും തള്ളിപ്പറയുകയല്ലേ? ജനം ഡിബേറ്റ് ഈ വിഷയമാണ് ഇന്ന് വിശദമായി പരിശോധിക്കുന്നത്. BJP വക്താവ് അഡ്വക്കേറ്റ് ശങ്കുട്ടി ദാസ്, ഇടത് നിരീക്ഷകൻ അഡ്വക്കേറ്റ് BN ഹസ്ക, രാഷ്ട്രീയ നിരീക്ഷകൻ ഡോക്ടർ K ജയപ്രസാദ്, മാധ്യമപ്രവർത്തകൻ N ശ്രീകുമാർ എന്നിവർ ചേരുന്നു. എല്ലാ അതിഥികളെയും ഈ സംവാദത്തിലേക്ക് സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു, ഒപ്പം പ്രേക്ഷകരെയും. അഡ്വക്കേറ്റ് ശങ്കു, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ LDFും UDFും വർഗീയ തീവ്രവാദ നിലപാടുകളുള്ള സംഘടനകളായ PDPയുടെയും വെൽഫെയർ പാർട്ടിയുടെയും പിന്തുണ പരസ്യമായാണ് സ്വീകരിച്ചത്. പൊതുമണ്ഡലത്തിൽ ആ അവസരവാദ കൂട്ടുകെട്ട് പരസ്യമായി ചർച്ച ചെയ്യുമ്പോഴാണ് RSSനെ ചിത്രത്തിൽ കൊണ്ടുവരുന്നത്. ഇത് മനഃപൂർവമല്ലേ? വർഗീയ സംഘടനകളുമായുള്ള ചങ്ങാത്തത്തിലെ ചർച്ച വഴിതിരിച്ചു വിടാനല്ലേ RSSനെ വലിച്ചഴിച്ചത്? തീർച്ചയായിട്ടും അതെ. നോക്കൂ, നിലമ്പൂർ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും അവസാന ഘട്ടത്തിൽ മാത്രമാണ് RSSനെ ചുറ്റിപ്പറ്റി ഒരു ചർച്ച ഉണ്ടാവുന്നത് എന്ന് നമ്മൾ കാണണം. ആദ്യഘട്ടങ്ങളിലെല്ലാം ചർച്ച ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് UDF ഉണ്ടാക്കിയിട്ടുള്ള സഖ്യം, അല്ലെങ്കിൽ PDPയുമായിട്ടും ഹിന്ദു മഹാസഭയുമായിട്ട് പോലും LDF ഉണ്ടാക്കിയിട്ടുള്ള സഖ്യം, ഈ സഖ്യങ്ങളുടെ എല്ലാം നൈതികതകളെ പറ്റിയിട്ടായിരുന്നു ആദ്യഘട്ടത്തിൽ ചർച്ചയുണ്ടായത്. പ്രത്യേകിച്ചും നിലമ്പൂരിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാവുന്നത് പോലും CPMന് RSSുമായി ബന്ധമുണ്ട് എന്ന് ആരോപിച്ച് PV അൻവർ രാജിവെച്ചിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് എന്നിരിക്കെ യഥാർത്ഥത്തിൽ RSSുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നേരത്തെ ഉണ്ടാവാമായിരുന്നു. പക്ഷെ നിലമ്പൂരിൽ അങ്ങനെ ഒരു ചർച്ച ഉണ്ടായി വന്നിട്ടേ ഇല്ല. അവസാന ഘട്ടത്തിൽ അത് ബോധപൂർവം ആ ചർച്ചയിലേക്ക് സമൂഹത്തിന്റെ ശ്രദ്ധയെ തിരിച്ചുവിടാൻ വേണ്ടി പാർട്ടി സെക്രട്ടറി ഒരു അടവ് പ്രയോഗിക്കുകയാണ് ചെയ്തത്. നിങ്ങൾ ആ പാർട്ടി സെക്രട്ടറി ഏർപ്പെട്ടിട്ടുള്ള അഭിമുഖം കണ്ടിട്ടുണ്ടെങ്കിൽ അവിടെ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ചോദ്യം പോലും ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തോട്. RSSുമായിട്ട് ഏതെങ്കിലും ഘട്ടത്തിൽ CPM സഹകരിച്ചിട്ടുണ്ടോ എന്നൊരു ചോദ്യം അവതാരകനായിട്ടുള്ള അഭിലാഷ് മോഹൻ ഒരു ഘട്ടത്തിലും ചോദിക്കുന്നില്ല. എന്നാൽ പാർട്ടി സെക്രട്ടറി സ്വന്തം നിലയിലാണ് അങ്ങോട്ട് പറയുന്നത്, ഞങ്ങൾ ഒരു ഘട്ടത്തിൽ RSSുമായിട്ട് സഹകരിച്ചിട്ടുണ്ടല്ലോ, 1977 ഞങ്ങൾ അങ്ങനെ നടത്തിയിട്ടുണ്ടല്ലോ എന്ന് പറയുന്നു. അപ്പോൾ അവതാരകൻ ചോദിക്കുന്നുണ്ട്, അത് ഈ സമയത്ത് പറയുന്നത് പ്രശ്നമാവില്ലേ, അതൊരു വിവാദമാവില്ലേ എന്ന് ചോദിക്കുമ്പോൾ, എന്ത് വിവാദം? അങ്ങനെ സത്യം പറയുന്നതുകൊണ്ട് എന്തെങ്കിലും വിവാദം ഉണ്ടായാൽ അതിനെ ഭയക്കുന്നവരല്ല ഞങ്ങൾക്ക് അതൊന്നും യാതൊരു പ്രശ്നവുമില്ല. അപ്പൊ അത് വളരെ ബോധപൂർവ്വം നടത്തിയിട്ടുള്ള ഒരു പരാമർശമാണ്. ഒരു ചോദ്യം പോലും ഇല്ലാതെ സ്വന്തം നിലയിൽ നടത്തിയിട്ടുള്ള പരാമർശമാണ്. വസ്തുതകൾ കൊണ്ട് പരിശോധിച്ചാൽ അത് സാങ്കേതികമായി തെറ്റായിട്ടുള്ള പരാമർശവുമാണ്. അങ്ങനെ ഇരിക്കെ എന്തിനാണ് അങ്ങനെ ഒരു പരാമർശം നടത്തിയത് നമ്മൾ പരിശോധിക്കുമ്പോൾ അവിടെ നമ്മൾ രണ്ട് സാധ്യതകൾ കാണുന്നുണ്ട്. ഒന്ന്, ഒരു വളരെ പ്രബലമായിട്ടുള്ള കോൺസ്പിറസി തിയറി, സ്വരാജിനെ ചില സമ്മർദ്ദങ്ങളും ചില നിർബന്ധങ്ങളും കൊണ്ട് അവസാന നിമിഷത്തിൽ നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയായി കൊണ്ടുവന്നെങ്കിലും അദ്ദേഹത്തിന്റെ ജയം CPMനുള്ളിലെ തന്നെ ഒരു പ്രബല വിഭാഗം, മുഹമ്മദ് റിയാസൊക്കെ നയിക്കുന്ന ഒരു പ്രബല വിഭാഗം ആഗ്രഹിക്കുന്നില്ല എന്നും, നിലമ്പൂരിൽ സ്വരാജ് ജയിച്ചു വന്നു കഴിഞ്ഞാൽ അയാൾ CPMനുള്ളിൽ കൂടുതൽ കരുത്തനും കൂടുതൽ പ്രബലനുമാവും, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനത്തിലേക്ക് ഒരു അവകാശം ഉണ്ടാവും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അടുത്ത 7 മാസത്തേക്ക് സ്വരാജ് മന്ത്രിയാവുന്ന സാഹചര്യം ഉണ്ടാവും. ഇതൊന്നും CPMനുള്ളിലെ ഒരു വിഭാഗം ആഗ്രഹിക്കുന്നില്ല എന്നും, അതുകൊണ്ട് അയാളുടെ പരാജയം ഉറപ്പുവരുത്താൻ വേണ്ടതായിട്ടുള്ള എല്ലാ പരിപാടികളും CPM തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടെന്നും, അതിന്റെ ഭാഗമായി സ്വരാജിന് കിട്ടിയേക്കാവുന്ന ന്യൂനപക്ഷ മുസ്ലിം വോട്ടുകൾ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടാണ് CPMന് ഒരു ഘട്ടത്തിൽ RSSുമായി ബന്ധം ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് മൈനോറിറ്റി വോട്ട് ബാങ്കിനിടയിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുകയും
മുസ്ലിം വോട്ടുകൾ CPM-ൽ നിന്ന് പോവുകയും അത് UDF-ലേക്ക് പോവുകയും ചെയ്യും. അതാണ് ഒരു തിയറി. രണ്ടാമത്തെ തിയറി എന്താണെന്ന് വെച്ചാൽ, അവിടെ യഥാർത്ഥത്തിൽ ജമാഅത്തെ ഇസ്ലാമിയെ വിമർശിക്കുന്നതിന്റെ ആനുകൂല്യം എപ്പോഴും CPM-ന് കിട്ടാറുണ്ട്. ഏതൊക്കെ തെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമിയെ അവർ ശക്തമായിട്ട് വിമർശിച്ചാലും അല്ലെങ്കിൽ ഇസ്ലാമിക ഭീകരതയെ വിമർശിച്ചാലും അതിനനുസൃതമായിട്ടൊരു ഹിന്ദു ക്രിസ്ത്യൻ കൺസോൾട്ടേഷൻ CPM-ന് അനുകൂലമായി സംഭവിക്കാറുണ്ട്. അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയായിട്ട് UDF സഖ്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പിലെ റിസൾട്ട് നോക്കുമ്പോൾ LDF-ന് വോട്ട് കൂടുന്ന സാഹചര്യമാണ് സാധാരണ ഉണ്ടാവാറുള്ളത്. എന്നാൽ ഇത്തവണ ആ ആനുകൂല്യം PDP-യുമായിട്ടുള്ള സഖ്യം കൊണ്ട് അവർ നഷ്ടപ്പെടുത്തി. ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്ര സ്ഥാപനത്തിന് നടക്കുന്ന ഒരു സംവിധാനമാണ്, അതൊരു തീവ്രവാദ പ്രസ്ഥാനമാണെന്ന് പറയുമ്പോൾ തന്നെ ഒട്ടും മോശമല്ലാത്ത വർഗീയ ക്രെഡൻഷ്യൽസ് ഉള്ള ഒരു സംവിധാനമാണ് PDP എന്ന് പറയുന്നത്. PDP ആദ്യം ഇസ്ലാമിക് സേവാ സംഘമായിട്ടാണ് ആരംഭിക്കുന്നത്. 1989-ൽ അബ്ദുൽ നാസർ മദനിയുടെ നേതൃത്വത്തിലുള്ള ഇസ്ലാമിക് സേവാ സംഘമാണ്. ഇസ്ലാമിക് സേവാ സംഘിന്റെ പ്രഖ്യാപിത ലക്ഷ്യം എന്താ? RSS-ന് ബദലായി മുസ്ലിം യുവാക്കൾക്ക് കായികവും സൈനികവുമായിട്ടുള്ള പരിശീലനം നൽകിക്കൊണ്ട് ഒരു സൈനിക പ്രസ്ഥാനത്തെ സൃഷ്ടിക്കുക എന്ന് പറയുന്നതാണ്. ഈ ISIS പിന്നീട് കരുത്ത് നേടിയതിനു ശേഷം, IS അല്ല കേട്ടോ, ISS ഇസ്ലാമിക് സേവാ സംഘ്, മറ്റേ പ്രത്യയശാസ്ത്രം കൊണ്ട് ചിലപ്പോൾ ചില സമാനതകൾ തോന്നാമെങ്കിലും പേരുകൾ രണ്ടും വ്യത്യസ്തമാണെന്നുള്ളത് സൂചിപ്പിച്ചു എന്ന് മാത്രം. ആ ഇസ്ലാമിക് സേവാ സംഘ് അവരുടെ ഫസ്റ്റ് ഗ്രാൻഡ് എൻട്രി എന്ന് പറയുന്നത് 1992-ലെ പൂന്തുറ കലാപം സംഘടിപ്പിച്ചുകൊണ്ടാണ്. ഒരർത്ഥത്തിൽ കേരളത്തിൽ നടക്കുന്ന ആദ്യത്തെ സമ്പൂർണ്ണ അർത്ഥത്തിലുള്ള സാമുദായിക കലാപമാണ് പൂന്തുറ കലാപം സ്വതന്ത്രാനന്തര കേരളത്തിൽ. അതിനു മുമ്പ് തലശ്ശേരി കലാപവും നാദാപുരം കലാപവും ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതിനൊരു പൊളിറ്റിക്കൽ ഡയമെൻഷൻ ഉണ്ട്. ആ ഭാഗങ്ങളിൽ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരും CPM-ന്റെ പ്രവർത്തകരും തമ്മിൽ നടന്നിട്ടുള്ള സംഘർഷങ്ങൾക്ക് ക്രമേണ ഒരു മതപരമായിട്ടുള്ള മാനം വന്നു ചേർന്നതാണ്. ഇവിടെ അങ്ങനെയല്ല. പൂന്തുറ കടപ്പുറത്ത് ജീവിക്കാനുള്ള അവകാശം ക്രിസ്ത്യാനികൾക്കാണോ അതോ മുസ്ലിങ്ങൾക്കാണോ എന്ന ക്വസ്റ്റ്യന്റെ മുകളിൽ മതപരമായി നടക്കുന്ന ഒരു സംഘർഷമാണ് പൂന്തുറ കലാപം. ഈ പൂന്തുറ കലാപത്തിൽ ഒരാൾ കൊല്ലപ്പെടുന്നുണ്ട്. അതിനുശേഷം ISS ഈ കേരളത്തിൽ നിരോധിക്കപ്പെടുന്നുണ്ട്. ഇപ്പോ PDP-യുടെ താത്വികാചാര്യന്മാർ പറയുന്ന 1992-ൽ ബാബറി മസ്ജിദ് ഡെമോളിഷന് ശേഷമാണ് ISS നിരോധിച്ചത്. രാജ്യത്ത് ആകമാനമുള്ള മുസ്ലിം സംഘടനകൾ നിരോധിച്ച കൂട്ടത്തിൽ നിരോധിച്ചായിരുന്നു. അത് തെറ്റാണ്. 1992 ഡിസംബർ 6-ാം തീയതിയാണ് ബാബറി മസ്ജിദ് ഡെമോളിഷൻ ഉണ്ടാവുന്നത്. 1992 ജൂലൈ 4-നാണ് പൂന്തുറ കലാപം ഉണ്ടാവുന്നത്. ബാബറി മസ്ജിദൊക്കെ തകരുന്നതിന് മുൻപേ തന്നെ, അതൊരു പ്രശ്നമല്ലാതിരിക്കുമ്പോൾ തന്നെ ഇവിടെ ഇസ്ലാമിക അജണ്ട നടപ്പാക്കാൻ വേണ്ടി വർഗീയ കലാപം സംഘടിപ്പിച്ചിട്ടുള്ള ആളുകളാണ് ISS. അതിനുശേഷം ISS നിരോധിക്കപ്പെട്ടു. അതിനുശേഷമാണ് ഒരു പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടി എന്നുള്ള പേരിൽ PDP ആയിട്ട് വരുന്നത്. PDP ആയി വന്നപ്പോൾ പേര് മാറി എന്നല്ലാണ്ട് പ്രവർത്തനത്തിൽ യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. ഇവരുടെ പേരെടുത്തിട്ടുള്ള വലിയ വർഗീയ കലാപങ്ങൾ മുഴുവൻ അല്ലെങ്കിൽ സ്ഫോടനങ്ങൾ മുഴുവൻ നടത്തിയത് അതിനുശേഷമാണ്. 1999-ലാണ് കോയമ്പത്തൂർ ബ്ലാസ്റ്റ് നടത്തുന്നത്. കോയമ്പത്തൂർ ബ്ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ 57 ആളുകൾ കൊല്ലപ്പെട്ടിട്ടുള്ള സംഭവമാണ്. LK അദ്വാനി കോയമ്പത്തൂര് തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ റാലികൾ നിശ്ചയിക്കപ്പെട്ടിരുന്ന 12 സ്ഥലങ്ങളിൽ ബോംബ് സ്ഫോടനങ്ങൾ നടത്തി 57 ആൾക്കാരെ കൊന്നു കളഞ്ഞിട്ടുള്ള സംഭവമാണ് കോയമ്പത്തൂർ ബ്ലാസ്റ്റ്. ആ കോയമ്പത്തൂർ ബ്ലാസ്റ്റിന്റെ കേസിലാണ് 9 കൊല്ലത്തോളം അബ്ദുൽ നാസർ മദനി ജയിലിൽ അടയ്ക്കപ്പെടുന്നത്. അന്നത്തെ ഒരു കൗതുകം എന്ന് പറഞ്ഞാൽ, അന്ന് EK നായനാരുടെ മന്ത്രിസഭ കേരളത്തിൽ അധികാരത്തിലുള്ള സമയത്താണ് അബ്ദുൽ നാസർ മദനി അറസ്റ്റ് ചെയ്യുന്നത്. അന്ന് അബ്ദുൽ നാസർ മദനി കൊച്ചിയിലെ കലൂരിലാണ് താമസിച്ചിരുന്നത്. രാത്രിക്ക് രാത്രി അന്നത്തെ ജേക്കബ് തോമസിന്റെ, പിന്നീട് DGP ഒക്കെ ആയ BJP-യിൽ അംഗത്വം എടുത്ത ജേക്കബ് തോമസിന്റെ നേതൃത്വത്തിലുള്ള സംഘം കലൂരിൽ ചെന്ന് രഹസ്യമായി അറസ്റ്റ് ചെയ്ത് കോഴിക്കോട്ടേക്ക് കൊണ്ടുവന്ന് ഒരു ഈച്ച പോലും അറിയാതെ അവിടുന്ന് കോയമ്പത്തൂരിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് തങ്ങളുടെ സർക്കാരിന്റെ ഒരു അഭിമാന നേട്ടമാണ് എന്നാണ് അന്ന് EK നായനാർ അവകാശപ്പെട്ടത്. പിന്നീട് എപ്പോഴാണ് CPM-ന് ഈ പറയുന്ന PDP എന്താ പറയുക മതേതര സംഘടനയായതെന്ന് അറിയില്ല. അതിനുശേഷം എന്താ പറയാ 2005-ലാണ് കളമശ്ശേരി ബസ് കത്തിക്കൽ സംഭവം ഉണ്ടാകുന്നത്. കളമശ്ശേരി ബസ് കത്തിക്കൽ സംഭവം എന്ന് പറഞ്ഞാൽ റോട്ടിൽ നിന്നിട്ട് ഒരു ബസ് തടഞ്ഞു നിർത്തി കത്തിച്ചിട്ടുള്ള സംഭവമല്ല. അത് കാണ്ഡഹാർ പ്ലെയിൻ ഹൈജാക്കിങ്ങിന്റെ കേരളീയ മാതൃകയാണ്. തമിഴ്നാട് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ ഒരു ബസ്, 31 യാത്രക്കാരുമായി പോകുന്ന ഒരു ബസ്, ഒരു സായുധ സംഘം, തോക്കുകൾ ഏന്തിയിട്ടുള്ള സംഘം ആ വണ്ടിയിൽ കയറി ഡ്രൈവറുടെ തലയിൽ കഴുത്തിന് നേരെ തോക്ക് കാണിച്ച് ഭീഷണിപ്പെടുത്തി ഇവര് പറഞ്ഞ അജ്ഞാത സങ്കേതത്തിലേക്ക് കൊണ്ടുപോയി യാത്രക്കാരെ മുഴുവൻ ഭീഷണിപ്പെടുത്തി ഇറക്കി വിട്ട് അബ്ദുൽ നാസർ മദനിയുടെ മോചനത്തിന് വേണ്ടി വില പേശിക്കൊണ്ട് ഈ ബസ് കത്തിച്ചു കളഞ്ഞിട്ടുള്ള സംഭവമാണ് കളമശ്ശേരി ബസ് കത്തിക്കൽ സംഭവം. ഈ കേസിലെ 10-ാം പ്രതിയായിരുന്നു അബ്ദുൽ നാസർ മദനിയുടെ ഭാര്യയായിട്ടുള്ള സൂഫിയ മദനി. അതിനുശേഷം പുറത്തിറങ്ങി 2007-ലെ ബാംഗ്ലൂർ ബ്ലാസ്റ്റ് ഒരാൾ കൊല്ലപ്പെട്ടിട്ടുള്ള സംഭവമാണ്. ബാംഗ്ലൂരിലെ 12 സ്ഥലങ്ങളിൽ ലോ ഇന്റൻസിറ്റി ബ്ലാസ്റ്റുകൾ നടത്തിയിട്ടുള്ള സംഭവമാണ്. അതിനുശേഷം 2013-ൽ സംഘത്തിന്റെ മുതിർന്ന പ്രചാരകനായിരുന്ന വിചാര കേന്ദ്രത്തിന്റെ സ്ഥാപകനായിട്ടുള്ള P പരമേശ്വരനെ കൊലപ്പെടുത്താൻ ആസൂത്രണം ചെയ്തതിന്റെ പേരിൽ അബ്ദുൽ നാസർ മദനിക്കെതിരെ FIR ഉണ്ട്. ഇസ്ലാം മതത്തിൽ നിന്ന് ക്രിസ്ത്യൻ മതത്തിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഫാദർ PP അലവി
അദ്ദേഹത്തെ കൊലപ്പെടുത്താൻ ശ്രമിച്ചതിന്റെ പേരിൽ അബ്ദുൽ നാസർ മദനിക്ക് എന്താണ് FIR ഉണ്ട്. അപ്പൊ അങ്ങനെ നിരന്തരമായി 1989 മുതൽ 2015 വരെയുള്ള ഘട്ടം നോക്കിക്കഴിഞ്ഞാൽ നിരന്തരമായി വർഗീയ കലാപങ്ങളിലും സ്ഫോടനങ്ങളിലും ഭീകരാക്രമണങ്ങളിലും ഒക്കെ പ്രതിയായ അങ്ങനെ ഒരു കേസിൽ ഇപ്പോഴും ജയിൽവാസം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന, വിചാരണ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരാളെ ഇവര് മതേതരനാണ്, മാനസാന്തരം വന്ന മനുഷ്യനാണെന്നുകൊണ്ട് കൂടെ കൂട്ടിയപ്പോ ജമാഅത്തെ ഇസ്ലാമിനെ പീഡിതരായിട്ടുള്ള വിഭാഗമാണെന്നൊക്കെ പറഞ്ഞ് കൂടെ കൂട്ടുമ്പോ ജമാഅത്തെ ഇസ്ലാമിനെ എതിർക്കുന്നതിന്റെ എല്ലാ പൊളിറ്റിക്കൽ അഡ്വാൻറ്റേജും അവിടെ നഷ്ടപ്പെടുകയാണ്. അവിടെ ഹിന്ദു വോട്ടർമാരോ ക്രിസ്ത്യൻ വോട്ടർമാരോ പിന്നീട് ജമാഅത്തിനെ എതിർക്കുന്ന, മുസ്ലിം വർഗീയതയെ എതിർക്കുന്ന ഒരു പാർട്ടിയാണെന്നുള്ള ആനുകൂല്യം അവർക്ക് കൊടുക്കുന്നില്ല. അപ്പൊ ഈ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം വോട്ട് എന്തായാലും കിട്ടുന്നില്ല, അത് UDF-ലേക്ക് പോവുകയാണ്. ഹിന്ദു വോട്ടും ഈ പറയുന്ന PDP പ്രശ്നം കൊണ്ട് ഇല്ലാണ്ടാവുകയാണ്. അവസാന ഘട്ടത്തിൽ ഹിന്ദു വോട്ടർമാരെങ്കിലും തങ്ങൾക്ക് അനുകൂലമാക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ RSSുമായിട്ട് ഒരു ഘട്ടത്തിൽ നല്ല ബന്ധം പുലർത്തിയിരുന്ന ആളുകളാണ് ഞങ്ങൾ. അങ്ങനെ തീരെ RSSനെ എതിർക്കുന്ന, തീരെ ദേശീയതയ്ക്കെതിരെ നിൽക്കുന്ന ആൾക്കാരൊന്നുമല്ല. ഒറ്റ കൈക്ക് വേണമെങ്കിൽ ഞങ്ങൾക്കും വോട്ട് ചെയ്യാം, നമ്മൾ തമ്മിൽ മുന്നേ സഹകരിച്ചിട്ടുള്ള അനുഭവം ഉണ്ട് എന്നൊരു സൈലന്റ് മെസ്സേജ് കൊടുക്കാൻ വേണ്ടി ഹിന്ദു വോട്ടർമാരെ തങ്ങൾക്ക് അനുകൂലമായി കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രസ്താവന നടത്തിയെന്നുള്ളതാണ് ഇതിന്റെ രണ്ടാമത്തെ വാദം, ഇതിൽ രണ്ടാമത്തെ തിയറി. അങ്ങനെ നോക്കിക്കഴിഞ്ഞാലും ഈ പറയുന്ന ശ്രീ ഗോവിന്ദൻ നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ ചരിത്രപരമായി നോക്കിക്കഴിഞ്ഞാൽ സാങ്കേതികമായി തെറ്റാണ് എന്ന് കാണേണ്ടി വരും. അതായത് RSSും ഈ പറയുന്ന CPIM തമ്മിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഒരു സഖ്യം ഉണ്ടാവുകയോ ഒന്നിച്ച് പ്രവർത്തിക്കുകയോ ഒരു കോമൺ മിനിമം പ്രോഗ്രാമിന് കീഴിൽ വർത്തിക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 1977 സാഹചര്യം എടുത്തു കഴിഞ്ഞാൽ അന്നുണ്ടായിരുന്നത് ജനതാ പാർട്ടിയാണ്. ജനതാ പാർട്ടിയിൽ 6 പാർട്ടികൾ ലയിച്ചു ചേർന്നിട്ടാണ് ജനതാ പാർട്ടി ഉണ്ടാവുന്നത്. ആദ്യം 1969 ഇന്ദിരാഗാന്ധിയുടെ അച്ചടക്കമില്ലാത്ത പാർട്ടി വിരുദ്ധ നടപടികളിൽ പ്രകോപിതരായിട്ട് മൊറാർജി ദേശായും കാമരാജും ഒക്കെ നയിച്ചിരുന്ന അന്നത്തെ ഗ്രാൻഡ് ഓൾഡ് കോൺഗ്രസ്, ആ പാർട്ടി ഇന്ദിരാഗാന്ധിയെ പുറത്താക്കുകയും ഇന്ദിരാഗാന്ധി സ്വന്തമായിട്ടൊരു പാർട്ടി ഉണ്ടാക്കുകയും ചെയ്തു. ആ പാർട്ടിയാണ് കോൺഗ്രസ് റിക്വസിഷനിസ്റ്റ് എന്ന് വിളിക്കുന്ന ഇന്ദിരാ കോൺഗ്രസ് എന്ന് പറയുന്നത്. മറ്റേ വിഭാഗം ഒറിജിനൽ കോൺഗ്രസ് എന്ന് കോൺഗ്രസ് ആണ്, കോൺഗ്രസ് ഓർഗനൈസേഷണൽ അല്ലെങ്കിൽ കോൺഗ്രസ് ഓൾഡ് എന്ന് വിളിക്കുന്ന പാർട്ടിയാണ്. 71 തെരഞ്ഞെടുപ്പിൽ ബംഗ്ലാദേശ് യുദ്ധം 1971 ബംഗ്ലാദേശ് ലിബറേഷൻ വാറിന്റെ പശ്ചാത്തലത്തിൽ വലിയ ഭൂരിപക്ഷത്തോടു കൂടി ഇന്ദിരാഗാന്ധിയുടെ സർക്കാർ അധികാരത്തിൽ വന്നു. കോൺഗ്രസ് ഓയ്ക്ക് വലിയ സീറ്റുകൾ കിട്ടുന്നില്ല. ഇതേ സമയം 1975 ഇന്ദിരാഗാന്ധിയുടെ മർദ്ദക നയങ്ങൾക്കെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് ജയപ്രകാശ് നാരായണന്റെ നേതൃത്വത്തിൽ ഉണ്ടാവുന്ന റെവല്യൂഷണറി മൂവ്മെന്റ് ആണ് ജനതാ മോർച്ച. ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഓയും ജനതാ മോർച്ചയും ചൗധരി ചരൺ സിംഗിന്റെ ഭാരതീയ ലോക് ദളും അതേപോലെ തന്നെ അന്നത്തെ ജനസംഘവും അടൽ ബിഹാരി വാജ്പേയിയും LK അദ്വാനിയും നാനാജി ദേശ്മുഖും ഒക്കെ നയിച്ചിരുന്ന ജനസംഘവും അതേപോലെ തന്നെ കോൺഗ്രസിൽ നിന്ന് പിരിഞ്ഞു വന്ന, കോൺഗ്രസിന്റെ നയങ്ങളോട് പ്രതിഷേധിച്ച് കോൺഗ്രസിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുള്ള ജഗ്ജീവൻ റാമിന്റെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന കോൺഗ്രസ് ഫോർ ഡെമോക്രസി എന്ന് പറയുന്ന സംഘടന, ഈ സംഘടനകളെല്ലാം ലയിച്ചുകൊണ്ടാണ് ജനതാ പാർട്ടി ഉണ്ടാവുന്നത്. ഈ ജനതാ പാർട്ടിയാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഇതിലുള്ള സഖ്യങ്ങളിലുള്ള പാർട്ടികളെല്ലാവരും തമ്മിൽ ആശയപരമായിട്ട് യാതൊരു ഐക്യമില്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത് കൺസർവേറ്റീവ് ആയിട്ടുള്ള പാർട്ടിയാണ്. അതേപോലെ തന്നെ ഈ പറയുന്ന എന്താ പറയുക ചൗധരി ചരൺ സിംഗിന്റെ ലോക് ദൾ എന്ന് പറയുന്ന പാർട്ടിയാണെങ്കിൽ സെൻട്രൽ ലെഫ്റ്റ് ലിബറൽ പാർട്ടിയാണ്. ആ സഖ്യത്തിൽ പിന്നെയുള്ളത് ജയപ്രകാശ് നാരായൺ നയിക്കുന്ന റെവല്യൂഷണറി ആയിട്ടുള്ള ജനതാ മോർച്ചയാണ്. പിന്നീട് രാജ്നാരായണും അതേപോലെ തന്നെ നമ്മുടെ ജോർജ് ഫെർണാണ്ടസും നയിക്കുന്ന സോഷ്യലിസ്റ്റ് പാർട്ടി, ആ സോഷ്യലിസ്റ്റ് പാർട്ടി സോഷ്യലിസ്റ്റ് ആണ്. ജനസംഘം എന്ന് പറയുന്നത് ഹിന്ദു നാഷണലിസ്റ്റ് ആണ്. ഈ പറയുന്ന കോൺഗ്രസ് ഫോർ ഡെമോക്രസി എന്ന് പറയുന്നത് ദളിത്, ഡൗൺ ട്രോഡൻ, മാർജിനലൈസ്ഡ് വിഭാഗങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന ഒരു പാർട്ടിയാണ്. ഇവരെല്ലാവരും പക്ഷേ അടിയന്തരാവസ്ഥക്കെതിരെ ജനാധിപത്യത്തെ സംരക്ഷിക്കുക എന്ന് പറയുന്ന ഒരു പൊതു അജണ്ടയ്ക്ക് വേണ്ടിയിട്ടാണ് അന്ന് ഒന്നിച്ചിട്ട് ഒറ്റ പാർട്ടിയായിട്ട് മാറുന്നത്. ആ ജനതാ പാർട്ടിയാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. ബാക്കി എല്ലാ വ്യത്യാസങ്ങളും മാറ്റി വെച്ചുകൊണ്ട് ഇന്ത്യയുടെ ജനാധിപത്യത്തെ സംരക്ഷിക്കാനുള്ള ഒരു തെരഞ്ഞെടുപ്പാണിത്. ഇത് എമർജൻസി വേഴ്സസ് ഡെമോക്രസിയാണ്. ഇവിടെ നമ്മൾ ഒരിക്കൽ തോറ്റുപോയി കഴിഞ്ഞാൽ പിന്നെ ഈ രാജ്യത്ത് ഒരിക്കലും ജനാധിപത്യം ഉണ്ടാവില്ല. അതുകൊണ്ട് ബാക്കി ഡിഫറൻസസ് ഒക്കെ മറന്നുകൊണ്ട് നമ്മൾ ഒന്നിച്ച് നിൽക്കണം തീരുമാനിക്കുകയാണ്. ആ കൂട്ടത്തിൽ CPM ഇല്ല, ആ കൂട്ടത്തിൽ CPI ഇല്ല. 1977 തെരഞ്ഞെടുപ്പ് ജനതാ പാർട്ടി ഈ പറയുന്ന ഇന്ദിരാഗാന്ധിയുടെ കോൺഗ്രസ് 6-നെതിരെ മത്സരിക്കുന്നു. 295 സീറ്റുകൾ ജനതാ പാർട്ടിക്ക് കിട്ടുന്നു. അങ്ങനെ ആരാവണം പ്രധാനമന്ത്രി? ഇതിലുള്ള എല്ലാ നേതാക്കന്മാരും വളരെ ടോളായിട്ടുള്ള പൊളിറ്റിക്കൽ ഫിഗേഴ്സ് ആണ്. ഇവരെല്ലാവരും പ്രധാനമന്ത്രി സ്ഥാനത്ത് ക്ലെയിം വെക്കുന്നുണ്ട്. അവസാനം ജയപ്രകാശ് നാരായണും ആചാര്യ കൃപലാനിയും കൂടിയിട്ടാണ് മൊറാർജി ദേശായിനെ പ്രായ കൂടുതലുള്ള ആളെന്നുള്ള രീതിയിൽ അദ്ദേഹത്തെ പ്രധാനമന്ത്രിയാവാൻ നിർദ്ദേശിക്കുന്നത്. ചൗധരി ചരൺ സിംഗും ജഗ്ജീവൻ റാമും ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർമാരായി, അടൽ ബിഹാരി വാജ്പേയി എന്ന വിദേശകാര്യമന്ത്രിയായി, LK അദ്വാനി എന്ന
മറ്റേ മിനിസ്റ്റർ ഫോർ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് ആയി, ഇങ്ങനെ എല്ലാവർക്കും പോർട്ട്ഫോളിയോസ് കൊടുത്തിട്ടുള്ള ഒരു മന്ത്രിസഭ ഉണ്ടാക്കി. ഈ മന്ത്രിസഭയെ പുറമെ നിന്ന് പിന്തുണയ്ക്കുകയാണ് CPM ചെയ്തിട്ടുള്ളത്. അന്ന് CPM ഉണ്ടായിരുന്നത് ഈ പറയുന്ന 77 തെരഞ്ഞെടുപ്പിൽ 22 സീറ്റാണ്. CPIക്ക് ഉണ്ടായിരുന്നത് 7 സീറ്റാണ്. റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടായിരുന്നത് 4 സീറ്റാണ്. ഫോർവേഡ് ബ്ലോക്കിനുള്ളത് 3 സീറ്റാണ്. അങ്ങനെ ഈ ലെഫ്റ്റ് മൊത്തം എടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് എല്ലാവർക്കും കൂടി 36 സീറ്റും CPM മാത്രമായിട്ട് 22 സീറ്റുമാണ്. ഇതിൽ ഏറ്റവും വലിയ തമാശ, ഇവരുടെ പിന്തുണ ഇല്ലാണ്ടേ ജനതാ പാർട്ടിക്ക് സർക്കാർ ഉണ്ടാക്കാൻ പറ്റുമായിരുന്നു. 542 അംഗങ്ങളുള്ള പാർലമെന്റിൽ 271 എന്താണ് മാജിക് നമ്പർ, ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടാൻ വേണ്ട, കേവല ഭൂരിപക്ഷത്തിന് വേണ്ട സംഖ്യ എന്നിരിക്കെ 295 സീറ്റുകളുള്ള ജനതാ പാർട്ടിക്ക് അനായാസമായി കംഫർട്ടബിൾ ആയി മെജോറിറ്റി ഉണ്ടായിരുന്നു സർക്കാർ രൂപീകരിക്കാൻ. CPMന്റെ പിന്തുണ ആ ഘട്ടത്തിൽ ആവശ്യമുണ്ടായിരുന്നില്ല. CPM സ്വന്തം നയത്തിന്റെ, അടിയന്തരാവസ്ഥ വിരുദ്ധ നയത്തിന്റെ ഒരു ഭാഗമായി നിന്നുകൊണ്ട് അവർ ഈ ജനതാ പാർട്ടിക്ക് പുറമെ നിന്ന് പിന്തുണ പ്രഖ്യാപിച്ചു. അവർ മന്ത്രിസഭയിൽ അംഗമായിട്ടില്ല, അവർ ഒന്നിച്ച് പ്രവർത്തിച്ചിട്ടില്ല. അപ്പോ ഞങ്ങൾ ആ കാലത്ത് ഒന്നിച്ച് പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് ചരിത്രപരമായിട്ട് എത്ര ശരിയാണെന്ന് അറിയില്ല. മാത്രമല്ല, ഈ ജനതാ പാർട്ടി പിന്നീട് പിരിയുന്നത് ഈ ജനസംഘത്തിലുള്ള ആളുകളുടെ ട്വിൻ മെമ്പർഷിപ്പ് പ്രശ്നത്തിലാണ്. അതായത് ജനതാ പാർട്ടിയിലെ ജനസംഘത്തിലെ പ്രതിനിധികൾ ഒരേ സമയം RSSന്റെ ആളുകളും അതേസമയം ജനതാ പാർട്ടിയുടെ ആളുകളുമായി നിൽക്കുകയാണ്. അങ്ങനെ 2 അംഗത്വം 2 സംഘടന പാടില്ല. നിങ്ങൾ ജനതാ പാർട്ടിയുടെ ഭാഗമാണെങ്കിൽ നിങ്ങൾ പൂർണ്ണമായിട്ട് RSSമായിട്ടുള്ള എല്ലാ ബന്ധവും ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞപ്പോ RSSമായിട്ടുള്ള ബന്ധം ഉപേക്ഷിക്കാൻ ഞങ്ങൾ തയ്യാറല്ലെന്ന് പറഞ്ഞ് ജനതാ പാർട്ടിയിൽ നിന്ന് ജനസംഘത്തിന്റെ നേതാക്കൾ ഇറങ്ങി പോന്നിട്ടാണ് ഭാരതീയ ജനതാ പാർട്ടി ഉണ്ടാക്കുന്നത്. അന്ന് RSS വിരുദ്ധ ഫ്രാക്ഷന്റെ ഒപ്പമാണ് CPM നിൽക്കുന്നത്. അന്ന് ജനതാ പാർട്ടിയിൽ നിന്ന് ജനസംഘക്കാർ പുറത്തു പോകണം എന്ന നിലപാടാണ് CPM സ്വീകരിക്കുന്നത്. അപ്പൊ CPMുമായിട്ട് ചരിത്രപരമായി ഏതെങ്കിലും ഘട്ടത്തിൽ സന്ധി ചെയ്യുകയോ ആശയപരമായിട്ടുള്ള ഒരു ഐക്യം ഉണ്ടാക്കുകയോ ഒന്നിച്ച് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയോ സഖ്യം ചേരുകയോ ചെയ്തിട്ടുള്ള ചരിത്രമില്ല. ഇവിടെ ഇത് MV ഗോവിന്ദൻ പറയുന്നത് ഒന്നല്ലെങ്കിൽ അത് സ്വരാജിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കും, അതല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ ഞങ്ങൾക്ക് എന്തെങ്കിലും ഹിന്ദു വോട്ടുകൾ കിട്ടുകയാണെങ്കിൽ അത് കിട്ടിക്കോട്ടെ എന്നായിരിക്കും. രണ്ടായാലും അത് ചരിത്രപരമായി പരിശോധിക്കുമ്പോൾ ശരിയായിട്ടുള്ള പ്രസ്താവനയല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. ഓക്കെ ശങ്കു, എന്തായാലും അതിൻ്റെ ചരിത്രം വളരെ ബ്രീഫായിട്ട് അത് അവതരിപ്പിച്ചു, സംക്ഷിപ്ത രൂപത്തിൽ അവതരിപ്പിച്ചു. ഡോക്ടർ ജയപ്രസാദ്, PDPയുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും തോളിൽ കൈയിടാൻ ഒരു കുഴപ്പമില്ല. RSS എന്ന പേര് പോലും ഉച്ചരിക്കരുത്. RSSനോടുള്ള ഐത്തം എത്ര കാലം ഇവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ആവും? രാജ്യത്തിൻ്റെ ഭരണചക്രം തിരിക്കുന്ന തലത്തിലേക്ക് EMSൻ്റെ ഭാഷ കടമെടുക്കുകയാണെങ്കിൽ ഒരു സന്നദ്ധ സംഘടന വളർന്നിട്ടും അത് അംഗീകരിക്കാനുള്ള വൈമനസ്യം ഇപ്പോഴും ഇവർ വെച്ചു പുലർത്തുന്നത് എന്തിനാവും? CPMൻ്റെ RSSനോടുള്ള സമീപനം യഥാർത്ഥത്തിൽ ആശയപരമായ എതിർപ്പിനേക്കാൾ ഉപരി ഒരു അടവ് നയത്തിൻ്റെ ഭാഗമായി സ്വീകരിക്കുന്നത്. പ്രധാനമായിട്ടും കേരളത്തിലെ മുസ്ലിം വോട്ട് ബാങ്കിനെ ലക്ഷ്യമാക്കിയിട്ടാണ് അത് RSSനെ ഉപയോഗിക്കുന്നത്. വളരെ അതിനൊരു ചരിത്ര പശ്ചാത്തലമുണ്ട്. നമ്മൾ EMSൻ്റെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രം എന്നൊരു 1100ഓളം പേജുള്ള വലിയ ബൃഹത് ഗ്രന്ഥമാണ്. അതിൽ പോലും അദ്ദേഹം വീര സവർക്കാർ ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കളെയും വളരെ മാന്യമായി അവതരിപ്പിച്ചിട്ടുണ്ട്. ഗാന്ധിവധം പറയുന്ന സ്ഥലത്ത് പോലും RSSൻ്റെ പേര് അദ്ദേഹം ഉപയോഗിച്ചിട്ടില്ല. പക്ഷേ RSSനെ കുറിച്ച് ചില സ്ഥലങ്ങളിലൊക്കെ പറയുന്നുണ്ട്. അത് ഹിന്ദു വർഗീയതയുടെ എന്നുള്ള തരത്തിൽ പറയുന്നതിനപ്പുറം മറ്റ് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ RSSനോടുള്ള ഒരു എതിർപ്പ് വരുന്നത് പിന്നീട് നമ്മൾ കാണുന്നത് സംഘടനാപരമായിട്ട് ഉത്തര മലബാറിൽ 1970കൾക്ക് ശേഷമുണ്ടായിട്ടുള്ള ഒരു RSSൻ്റെ മുന്നേറ്റത്തിന് CPMൻ്റെ ശക്തി കേന്ദ്രങ്ങളിലേക്ക് RSS കടന്നു വരുന്നു എന്നുള്ളൊരു ഭയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ ഒരു സംഘർഷത്തിൻ്റെ പാത സ്വീകരിക്കുന്നത് 80കളിലെ ശേഷം. അപ്പോൾ അതിനു മുമ്പ് നമ്മളിവിടെ നേരത്തെ സൂചിപ്പിച്ചൊരു ചരിത്രത്തിൽ ഒരു ചെറിയ തിരുത്തുള്ളത് 1967 തിരഞ്ഞെടുപ്പ് കഴിയുമ്പോഴത്തേക്കും 9 സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് പരാജയപ്പെട്ടു. അത് പാർലമെൻറ്റിൽ അന്ന് ഒന്നിച്ചാണ് പാർലമെൻറ്റിലും നിയമസഭയിൽ ഇലക്ഷൻ നടക്കുമ്പോൾ പാർലമെൻറ്റിൽ നേരിയ ഭൂരിപക്ഷത്തിൽ ഇന്ദിരാഗാന്ധി ജയിക്കുകയും 9 സംസ്ഥാനങ്ങൾ UP, ബീഹാർ, ഒറീസ, രാജസ്ഥാൻ, പഞ്ചാബ്, കേരളം, തമിഴ്നാട്, പശ്ചിമ ബംഗാൾ തുടങ്ങിയിട്ടുള്ള സംസ്ഥാനങ്ങളൊക്കെ കോൺഗ്രസ് പരാജയപ്പെടും. അന്ന് സംയുക്ത വിധായക് ദൾ ഗവൺമെൻറ് എന്നുള്ള തലത്തിൽ വിശേഷിച്ചും UPയിലും ബീഹാറിലും അതിൽ സഹകരിച്ചുകൊണ്ടാണ് CPI അന്ന് ബീഹാറിൽ വലിയ കക്ഷിയാണ്. ബീഹാറിലെ UPയിൽ 24 അംഗങ്ങൾ UPയിലുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് ബീഹാറിലും 30ഓളം അംഗങ്ങളുണ്ടായിരുന്നു. CPMന് താരതമ്യേന നമ്പർ കുറവായിരുന്നു. അന്ന് ആ സംയുക്തമായി സഹകരിച്ചുകൊണ്ടാണ് ജനസംഘമാണ് ഈ 2 സ്റ്റേറ്റിലും രണ്ടാമത്തെ വലിയ കക്ഷിയായിരുന്നു. അങ്ങനെ ഗവൺമെൻറ് രൂപീകരിക്കുന്നുണ്ടായിരുന്നു. അപ്പം പിന്നീട് നമ്മൾ അടിയന്തരാവസ്ഥയിൽ CPI ഇന്ദിരാഗാന്ധിയോടൊപ്പവും CPM
പ്രതിപക്ഷത്തുമായിരുന്നു. പക്ഷേ കേരളത്തിലെ CPM-ൻ്റെ സമുന്നതരായ നേതാക്കളൊന്നും അടിയന്തരാവസ്ഥയിൽ ജയിലിൽ പോയിരുന്നില്ല. പക്ഷേ അന്ന് ലോകസംഘർഷ സമിതിയുടെ ഭാഗമായി നടത്തുന്ന പ്രവർത്തനങ്ങളിൽ സഹകരിച്ചിരുന്നു. കാരണം ഇടതുപക്ഷത്തിൻ്റെ ഒരു സഹകരണം അടിയന്തരാവസ്ഥ കാലഘട്ടത്തിലുണ്ടായിരുന്നു. അപ്പം അതിനുശേഷം ഒരു സൗഹൃദവും പലപ്പോഴും വ്യക്തിബന്ധങ്ങളിലുണ്ടായിരുന്നു അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ. അപ്പോൾ അതിനുശേഷം 77-ലെ തെരഞ്ഞെടുപ്പിൽ ജനതാദൾ, അന്ന് ഔദ്യോഗികമായിട്ട് പറയുമ്പോൾ BLD ആണ്, ഭാരതീയ ലോക്ദളിൻ്റെ ചിഹ്നത്തിലാണ് അന്ന് മത്സരിക്കുന്നത്. അന്ന് അന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയല്ല, ഇടതു മുന്നണിയാണ്, ലെഫ്റ്റ് ഫ്രണ്ടിൻ്റെ ഭാഗമായിട്ട് 6 സീറ്റുകളാണ് BLD മത്സരിക്കുന്നത്. അതിൽ 2 സീറ്റുകളിൽ മത്സരിച്ചത് അത് മഞ്ചേശ്വരത്ത് H. ശങ്കര ആൽവയും ഉടുമയിൽ KG മാരാരുമായിരുന്നു. അപ്പോൾ അന്ന് ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടാണ് KG മാരാർ മത്സരിക്കുന്നതും നേരിയ വോട്ട്, ഏതാണ്ട് 3000 വോട്ടിനാണ് NK ബാലകൃഷ്ണനോട് അന്ന് KG മാരാർ പരാജയപ്പെടുന്നത്. അത് ശങ്കര ആൽവ അവിടെ CPIയുടെ ഒക്കെ അന്ന് CPI കോൺഗ്രസ് പക്ഷത്തായിരുന്നു. അപ്പോൾ ആ തരത്തിൽ ഇടതുപക്ഷവും സഹകരിച്ചു തന്നെയാണ് തിരഞ്ഞെടുപ്പിനെ മത്സരിച്ചതും. നമ്മൾ നേരത്തെ പറഞ്ഞ RSSുമായിട്ടുള്ള സഹകരണം എന്ന് പറയാൻ കഴിയില്ല, പക്ഷേ നമ്മൾ ജനസംഘം RSSും തമ്മിലുള്ള ബന്ധം നമുക്കറിയാമല്ലോ. അപ്പോൾ അതിനുശേഷം യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചാൽ കേരളത്തിൽ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുണ്ടായ സാഹചര്യത്തിൽ കേരളത്തിലെ സംഘത്തിൻ്റെ പ്രവർത്തനം വളരെ ശക്തമായി മുന്നോട്ട് വരുന്ന സാഹചര്യത്തിലാണ് സംഘർഷത്തിൻ്റെ ഒരു പാത സ്വീകരിക്കുന്നു ആദ്യ കാലഘട്ടത്തിൽ. അപ്പോൾ അന്ന് CPM-ന് ആശയപരമായ എതിർപ്പിനേക്കാൾ ഉപരി സംഘടനാപരമായ പ്രശ്നമായിരുന്നു RSSനോടുണ്ടായിരുന്നെങ്കിൽ ക്രമേണ 90കളാകുമ്പോഴത്തേക്കുമാണ് അവർ ശൈലി മാറുന്നത്. നമുക്കറിയാം 1990 കേരളത്തിൽ നടന്ന ജില്ലാ കൗൺസിൽ തിരഞ്ഞെടുപ്പിൽ 13 ജില്ലകളിൽ വൻഭൂരിപക്ഷത്തോടെ ജയിക്കുന്ന സദ്ദാം ഹുസൈൻ്റെ പേരിലായിരുന്നു. അപ്പോൾ പിന്നീട് ഇത് ഒരു അടവ് നയമായിട്ട് മുസ്ലിം വോട്ടിനെ എങ്ങനെ കൺസോളിഡേറ്റ് ചെയ്യാം എന്നുള്ളതിന് അവർ എടുത്ത പല അവസരങ്ങളിൽ പല രീതിയിൽ ഉപയോഗിച്ചിരുന്നു. പക്ഷേ 98-ന് ശേഷമുണ്ടായ ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യം, 2014-ന് ശേഷമുണ്ടായ സവിശേഷമായ ദേശീയ സാഹചര്യവും, അതിൽ BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വരുന്നു, മാത്രമല്ല ആ അധികാരം നിലനിർത്തുന്നു, 3ാം തവണയും ജയിക്കുന്നു. അപ്പോൾ ഈ സാഹചര്യത്തിലാണ് നമുക്ക് 2014-ന് ശേഷമുള്ള അടവ് നയം മാറുകയും RSSനോടുള്ള എതിർപ്പ് വളരെ ശക്തമായി ഉപയോഗിക്കുന്നത് കേരളത്തിൻ്റെ വോട്ട് ബാങ്കിനെ പ്രതീക്ഷിച്ചുകൊണ്ടാണ്. കാരണം അതിൽ അവർക്ക് വിജയം വരിച്ചിരുന്നു. 2016-ലെയും 2021-ലെയും തിരഞ്ഞെടുപ്പ് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അതിനോടൊപ്പം നടന്നിട്ടുള്ള പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളുണ്ട്, 15-ലും 20-ലും, കൂടാതെ 2 പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പുകളുണ്ട്. ഈ തിരഞ്ഞെടുപ്പുകൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ എങ്ങനെയാണ് കേരളത്തിലെ മുസ്ലിം വോട്ടുകൾ എങ്ങനെയാണ് മാറുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പം 14-ന് ശേഷമുണ്ടായ രാഷ്ട്രീയ സാഹചര്യത്തിൽ RSS കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം CPM-ന് RSSൻ്റെ നാമം ഉപയോഗിക്കുമ്പോൾ കേരളത്തിലെ മുസ്ലിം വോട്ട് എന്നാൽ 29% വരുന്ന മുസ്ലിം വോട്ട്, അതിൽ മുസ്ലിം ലീഗിന് സ്വാധീനമെന്ന് പറയുന്നത് 25 മുതൽ 30 മണ്ഡലങ്ങളിലെ കേരളത്തിലെ മുസ്ലിം ലീഗിന് പ്രവർത്തനമുള്ളൂ. പ്രധാനമായിട്ട് 20-25 മണ്ഡലങ്ങളാണ്. ബാക്കി 100-110 മണ്ഡലങ്ങളിലെ മുസ്ലിം വോട്ടിന് ഓരോ മണ്ഡലത്തിലെയും ജയപരാജയങ്ങളെ തീരുമാനിക്കാനുള്ള കഴിവുണ്ട്. ഞാനിത് വളരെ വിശാലമായൊരു പഠനത്തിന് വിധേയമാക്കിയിരുന്നു 2016-ലും 2021-ലും. കാരണം വോട്ടിംഗ് ബിഹേവിയറിൽ ഒരേ ബൂത്തിൽ തന്നെ ലോകസഭയിൽ എടുക്കുന്ന സമീപനവും നിയമസഭയിലെ സമീപനവും 2 ഈ മണ്ഡലങ്ങളിലൊക്കെ തന്നെ. അപ്പോൾ എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു? കാരണം RSSനെ നേരിടാൻ CPM-നാണ് കഴിവ് കോൺഗ്രസിനേക്കാളും കേരളത്തിൻ്റെ സാഹചര്യത്തിൽ എന്നുള്ള ഒരു ഇമേജ് സൃഷ്ടിക്കാൻ കഴിയുകയും അത് വിജയകരമായി നടപ്പാക്കുകയും ചെയ്തു. ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ നമുക്കറിയുമ്പോൾ ഹമാസ്, ഇനി നമ്മളിപ്പോൾ ഇറാൻ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ വരുന്നതുകൊണ്ട് ഈ നിലമ്പൂർ വിഷയത്തെക്കാളുപരി ഇപ്പോൾ അവർ ഫോക്കസ് ചെയ്യുന്നത് 2026-ലെ നിയമസഭാ തിരഞ്ഞെടുപ്പാണ്. അപ്പോൾ 2026-ലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഈ 29% വോട്ട് ഏത് പക്ഷത്തേക്ക് പോകും? അതിൽ മുസ്ലിം ലീഗിൻ്റെ ശക്തി കേന്ദ്രം അവർക്ക് അവോയ്ഡ് ചെയ്താൽ പോലും കേരളത്തിലെ 110 മണ്ഡലങ്ങളിലെ നിർണായക വോട്ട് ബാങ്ക് ഇന്ന് മുസ്ലിം സമൂഹത്തിനാണ്, മുസ്ലിം വോട്ടേഴ്സിനാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ RSSൻ്റെ എല്ലാ ചർച്ചയിലും നമ്മുടെ കേരളത്തിലെ വൈകുന്നേരത്തെ TV ചർച്ചകളിൽ ഏറ്റവും കൂടുതൽ കടന്നു വരുന്നൊരു പേര് RSS ആണ്. പക്ഷേ RSSൻ്റെ പ്രതിനിധികളാരും ഉണ്ടാകാറുമില്ല എല്ലാ ചാനലുകളിലും. എന്തിനാണ് RSS അങ്ങനെ ഉപയോഗിക്കപ്പെടുന്നത്? കാരണം ഇത് നമ്മൾ ദേശീയ ചർച്ചകളിലും കേരളത്തിലെ ചർച്ചയിലുള്ള ഒരു പ്രത്യേകത, ഇത് കേരള ഫോക്കസ്ഡ് ആണ്. അപ്പം ഈ നിലമ്പൂർ ഞാനിതിനെ കാണുന്നത് നിലമ്പൂർ തിരഞ്ഞെടുപ്പിനായി ബന്ധപ്പെട്ടിട്ടല്ല, 2026-ലെ തിരഞ്ഞെടുപ്പിൻ്റെ സാഹചര്യം ഒരുങ്ങുന്നു. ഇതിൽ VD സതീശൻ്റെ എല്ലാ പത്രസമ്മേളനങ്ങളും നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, മറ്റ് കോൺഗ്രസ് നേതാക്കളിൽ നിന്ന് വ്യത്യസ്തമായിട്ട്, അതുവരെ ഉണ്ടായിരുന്ന നേതാക്കളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എല്ലാ പത്രസമ്മേളനത്തിലും അദ്ദേഹം RSSൻ്റെ പേര് പറയാത്ത ഒരു പത്രസമ്മേളനം ഉണ്ടാവില്ല. ഏത് വിഷയം അവതരിപ്പിക്കുമ്പോഴും അദ്ദേഹം RSS പറയും. കാരണം രമേശ് ചെന്നിത്തലയെ ഒഴിവാക്കിക്കൊണ്ട് VD സതീശൻ 2021-ൽ മുന്നിലേക്ക് വരുന്നതിന് ഒരു പ്രധാന കാരണം മുസ്ലിം സമൂഹം അല്ലെങ്കിൽ NSSുമായി സഹകരിക്കുന്ന
എന്നുള്ള ഒരു 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 ഇമേജ് രമേശ് ചെന്നിത്തലയെ പിന്നിലാക്കാൻ വി.ഡി. സതീശനെ മുന്നിലാക്കാൻ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനോടുള്ളൊരു നന്ദി എന്നുള്ള തലമാണ് അദ്ദേഹം RSSനെ ഉപയോഗിക്കുന്നത്. അപ്പോൾ കേരളത്തിൽ നമ്മൾ കോൺഗ്രസ് നേതാക്കളുടെ ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ സാധാരണ കെ കരുണാകരനെ പോലുള്ള ആൾക്കാർ, AK ആൻ്റണിയെ പോലുള്ള ആൾക്കാരും തന്നെ അങ്ങനെ കാര്യമായിട്ട് RSSൻ്റെ പേര് പറഞ്ഞ് എതിർത്തിരുന്നില്ല. പക്ഷേ മറ്റു നേതാക്കളും അത് തന്നെയാണ് സ്വീകരിച്ചിരുന്നത്. കാരണം പക്ഷേ ഈ നമ്മളിപ്പോൾ കാണുന്നത് CPM-ഉം വി.ഡി. സതീശൻ്റെ കോൺഗ്രസും ഒരേ നയമാണ് സ്വീകരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രധാന കാരണം അടുത്ത തെരഞ്ഞെടുപ്പിൽ ആരായിരിക്കും ഈ വോട്ടിൻ്റെ അവകാശികൾ എന്നുള്ളതാണ്. അപ്പം മുസ്ലിം ലീഗിനെ ഒഴിവാക്കിക്കൊണ്ട്, ഞാൻ മുസ്ലിം ലീഗ് ഏത് മുന്നണിയിൽ നിന്നാലും മുസ്ലിം ലീഗ് മാത്രമല്ല കേരളത്തിലെ മുസ്ലിം ലീഗിൻ്റെ വോട്ടിനെ നിയന്ത്രിക്കുന്ന രാഷ്ട്രീയ ശക്തി എന്നുള്ളതാണ്. അപ്പോൾ CPM ഫോക്കസ് ചെയ്യുന്നതും CPM-ൻ്റെ RSSനോടുള്ള സമീപനവും ഒരു വോട്ട് ബാങ്കിനെ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു അടവ് നയം എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ഓക്കെ, ശ്രീ N. ശ്രീകുമാർ, RSSനെ പരാമർശിച്ചതുകൊണ്ട്, RSSനെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ചർച്ചാ വിഷയമാക്കിയതുകൊണ്ട് ഒരു അഡ്വാൻറ്റേജ് UDFന് ഉണ്ടാകുമെന്നാണോ കരുതുന്നത്? നോക്കൂ മിസ്റ്റർ നമ്പ്യാർ, ഈ നിലമ്പൂരിലെ ജനങ്ങൾ RSS ബന്ധമോ അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി ബന്ധമോ അല്ലെ PDP ബന്ധമോ ഒന്നും നോക്കിയിട്ടാവില്ല ഇത്തവണ വോട്ട് ചെയ്തിട്ടുണ്ടാവുക. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ദൈനംദിന ജീവിതത്തിലെ പ്രശ്നമാണ്. കാരണം ഒരുപാട് പേർക്ക് തൊഴിലില്ലാത്തൊരവസ്ഥയുണ്ട്. നിലമ്പൂർ എന്ന ആ പ്രദേശത്തിൻ്റെ പ്രത്യേകത വെച്ചുകൊണ്ടുള്ള അതൊന്നും ചർച്ച ചെയ്യപ്പെട്ടില്ലല്ലോ, പ്രചരണത്തിൽ അതൊന്നും വിഷയമേ ആയില്ലല്ലോ. സാമൂഹ്യ പെൻഷനും അല്ല, അത് ഞാൻ പറഞ്ഞുതരാം. അത് നിങ്ങൾ പറയുന്നത് ഒറ്റ ഒരു നോട്ടത്തിൽ ശരിയാണെന്ന് തോന്നാം, പക്ഷേ ഞാൻ പറഞ്ഞുതരാം. അതിലേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പ് ഞാൻ ഈ പറഞ്ഞത് അപ്പോൾ വന്യജീവി ആക്രമണമുള്ള സംഭവമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ചകൾ അവിടെ പ്രാദേശിക തലത്തിൽ നടന്നിരുന്നു. ഈ പ്രാദേശിക തലത്തിൽ നടന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അവിടുത്തെ ഈ ഓരോരോ ഇപ്പോൾ ഒരു ഉപതെരഞ്ഞെടുപ്പ് ആകുമ്പോൾ പ്രാദേശിക തലത്തിലുള്ള വിഷയങ്ങൾ ഏറ്റെടുക്കുന്നതിൽ UDFും LDFും അതുപോലെ NDA മുന്നണിയൊക്കെ ശ്രമിക്കും. അപ്പോൾ അതാത് പ്രദേശത്തെ വോട്ടർമാർക്ക് എന്താണോ ആവശ്യം അത് ശ്രദ്ധിച്ചുകൊണ്ടുള്ള ഒരു പ്രചാരണമാണ് അവിടെ നടന്നിട്ടുള്ളത്. പക്ഷേ അത് ചാനലുകൾക്ക് അതൊരു വാർത്തയല്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ നാട്ടുകാരുടെ ആവശ്യം പുറത്തേക്ക് കൊണ്ടുവരുന്ന വലിയ താല്പര്യമില്ല. അതെപ്പോഴൊരു വിവാദപരമായ ഒരു പരാമർശത്തെ പൊക്കിപ്പിടിക്കുക എന്നത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ശ്രീ നമ്പ്യാർ പറഞ്ഞ പോലെ ചർച്ചയായില്ല എന്ന് നമുക്ക് തോന്നുന്നത്. പക്ഷേ ചർച്ചയാക്കാൻ കോൺഗ്രസ് ശ്രമിക്കുകയും ഒരു പരിധിവരെ അവരത് വിജയിക്കുകയും ചെയ്തു എന്നുള്ളതിൻ്റെ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ആദ്യം CPM ഈ തെരഞ്ഞെടുപ്പിനെ കണ്ടത് രാഷ്ട്രീയ വഞ്ചനയ്ക്കെതിരായ വോട്ടെന്നാണ്. അത് ഗോവിന്ദൻ മാഷ് പാർട്ടി പത്രത്തിൽ ലേഖനവും എഴുതി, മുഖ്യമന്ത്രിയാണെങ്കിൽ പുതിയ യോഗത്തിൽ പ്രസംഗിക്കുകയും ചെയ്തു. ഈ രാഷ്ട്രീയ വഞ്ചന എന്ന് പറയുന്നത് അവരുദ്ദേശിച്ചത് PV അൻവർ അവരുടെ MLA ആയിരുന്നു. അദ്ദേഹം അവർക്കെതിരെയുള്ള അഴിമതി ആരോപണം ഉന്നയിച്ച് പുറത്തു വന്ന് അത് UDFന് അനുകൂലമായൊരു നിലപാട് ആദ്യം സ്വീകരിച്ചു. പക്ഷേ അപ്പോൾ അവരത് രാഷ്ട്രീയ വഞ്ചനയാക്കി മാറ്റി. അത് പിന്നീട് അൻവർ ഏത് രീതിയിലൊക്കെ മാറി മറിഞ്ഞു, അവസാനം അത് അദ്ദേഹത്തിന് തന്നെ വിനിയാകുന്നൊരവസ്ഥയിലേക്ക് എത്തി. അൻവർ വീണ്ടും മത്സരിച്ചപ്പോൾ എങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് MLA സ്ഥാനം രാജിവെച്ചത് എന്ന രീതിയിലേക്കൊക്കെ ചർച്ച പോയി. അപ്പോൾ അവിടെ ഉയർന്നു വന്ന പ്രാദേശിക പ്രശ്നങ്ങളൊക്കെ ഈ വിവാദത്തിനിടയിൽ മുങ്ങിപ്പോയി. ഓരോ ദിവസവും അവിടെ വിവാദപരമായ തീരുമാനങ്ങളാണ് CPM കൊണ്ടുവന്നിരുന്നത്. അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, നേരത്തെ ശ്രീ നമ്പ്യാർ പറഞ്ഞ പോലെ ഈ ഘടകങ്ങളൊന്നും ചർച്ച ചെയ്യാതിരിക്കാനാണ്. അപ്പോൾ പെൻഷൻ കാര്യം കൊണ്ടുവന്നു. പെൻഷൻ കാര്യം വന്നപ്പോൾ KC വേണുഗോപാൽ പറഞ്ഞു, എല്ലാ പെൻഷനും ഒരുമിച്ച് കൊടുക്കുമ്പോൾ അതൊരു കൈക്കൂലിക്ക് തുല്യമാകില്ലേ എന്ന് ചോദിച്ചപ്പോൾ പെൻഷൻ കൈക്കൂലി എന്നാക്കി മാറ്റിയവർ ഒരു പ്രചരണം ആരംഭിച്ചു. അത് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ ഒരു പന്നിക്കണിയിൽപ്പെട്ട ഒരു പാവപ്പെട്ട വിദ്യാർത്ഥി മരിച്ചപ്പോൾ അത് UDFന് അവസരം ഉണ്ടാക്കിയതാണോ എന്ന് പറഞ്ഞുകൊണ്ടൊരു മന്ത്രി രംഗത്ത് വന്നു. അത് പിന്നെ പുലിവാല് പിടിച്ചു. മന്ത്രിയും പിൻവലിച്ചു, മുഖ്യമന്ത്രിയും പിൻവലിഞ്ഞു, CPM പിൻവലിഞ്ഞു. അങ്ങനെ ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ഇങ്ങനെ ഓരോ ദിവസങ്ങളിൽ അവർ ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. അതിനിടയ്ക്കാണ് ജമാഅത്തെ ഇസ്ലാമിയെ കൊണ്ടുവന്നത്. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടിയുടെ പ്രതിനിധികൾ പല ചർച്ചകളിലും വന്നിട്ട് അവർ CPMന് പിന്തുണ കൊടുത്തതും CPMനെ വിജയിപ്പിക്കാൻ ശ്രമിച്ചതും CPMുമായിട്ട് 23 പഞ്ചായത്തുകളിൽ മലപ്പുറം ഭരിക്കുന്നതും മുക്കം മുനിസിപ്പാലിറ്റി ഭരിക്കുന്നതും അരുവിക്കരയിലെ CPMന് പിന്തുണ കൊടുത്തതും നെയ്യാറ്റിൻകരയിൽ CPMന് പിന്തുണ കൊടുത്തതും ഒക്കെ ആയിട്ട് അവരങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നു. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ അതൊന്നും ഏശില്ല എന്ന് പറഞ്ഞപ്പോഴാണ് പിന്നെ ഗോവിന്ദൻ മാഷ് ഒരു ചാനൽ അഭിമുഖത്തിൽ ഈ RSS ബന്ധം എടുത്തിട്ടത്. അപ്പോൾ ഇതിനിടയ്ക്ക് ശ്രീ നമ്പ്യാർ പറഞ്ഞ ഈ ഗ്രാമീണ വിഷയങ്ങളൊക്കെ പത്രവാർത്തകളിൽ ചാനലുകളിൽ ഇടം പിടിക്കാതെ പോയി. അവിടുത്തെ റോഡിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തത് എപ്പോഴാണ്? ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന സമയത്താണ്.
പക്ഷേ നമ്മളെയൊക്കെ ദുഃഖിപ്പിക്കുന്ന സംഭവം, ഈ തെരഞ്ഞെടുപ്പ് വന്ന ശേഷം ആ റോഡുകളുടെ അവസ്ഥയെക്കുറിച്ചോ റോഡുകൾ ഇടിയുന്നതിനെക്കുറിച്ചോ വാർത്തകൾ ചാനലുകളിലധികം അറിയാമല്ലോ, ദൃശ്യമാധ്യമങ്ങളാണല്ലോ കൂടുതൽ ജനങ്ങളെ വശീകരിക്കുക, അതിലൊന്നും കണ്ടില്ല. അപ്പോൾ അതിൻ്റെ കാരണം എന്താ വെച്ചാൽ CPM അവിടെ ഇങ്ങനെ അസ്വസ്ഥത ഉണ്ടാക്കുക. അത് അവർക്ക് തന്നെ നിശ്ചയമില്ല ഏത് വിഷയം എടുത്തിടേണ്ടതെന്ന്. അവരുടെ നിലപാടില്ലായ്മയാണ് നമ്മളെപ്പോലുള്ള രാഷ്ട്രീയം താല്പര്യരായ ആളുകൾ കാണുന്നത്. ഈ നിലപാടില്ലായ്മ ഞാൻ പറയാൻ കാരണം, UDF അവിടെ ഒരു നിലപാട് കൊണ്ടുവന്നു. ആ നിലപാട് എന്ന് പറയുന്നത് ഭരണവിരുദ്ധ വികാരമാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രതിഫലിക്കുക എന്നുള്ളതായിരുന്നു. അതുമാത്രവുമല്ല, അവർ മറ്റൊരു നിലപാടെടുത്തത് അവരുടെ സംഘടനാപരമായ നിലപാടാണ്. അതിൽ കോൺഗ്രസ് ഒരു തീരുമാനമെടുത്തു, അൻവറിൻ്റെ പിടിവാശിക്ക് വഴങ്ങണ്ട എന്നത്. അതൊരു നിലപാടായിരുന്നു. ആ നിലപാടിന് നല്ല അംഗീകാരം കിട്ടി. പൊതുസമൂഹത്തിലെ നിഷ്പക്ഷമതികളായ രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ ആ UDFൻ്റെ നിലപാടും അതുവഴി VD സതീശന് ഒരു ഗ്രാഫ് ഉയർന്നു എന്ന രീതിയിലും ചർച്ച ചെയ്യാൻ തുടങ്ങി. ഇങ്ങനെയൊക്കെ മുന്നോട്ട് വന്നപ്പോൾ അവിടെ CPM ഏതാണ്ട് ഒറ്റപ്പെട്ട അവസ്ഥയിൽ വരുന്നൊരു ഘട്ടമുണ്ടായി. അതിൽ പ്രധാനപ്പെട്ട കാരണം, ആദ്യം BJP പറഞ്ഞു ഈ തെരഞ്ഞെടുപ്പിൻ്റെ ആ ഒരു അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച്, അത് അത്ര വലിയ പ്രാധാന്യമുള്ളതല്ല, ഞങ്ങൾ മത്സരിക്കണോ വേണ്ടയോ എന്നുള്ളതിനെക്കുറിച്ച് ചർച്ചയൊക്കെ അവിടെ വന്നു. BJPക്ക് അങ്ങനെ സ്വന്തമായൊരു സ്ഥാനാർത്ഥി വേണമെന്നുള്ള തീരുമാനം വന്നു. അതിനിടയ്ക്കൊക്കെ ചർച്ച ചെയ്ത് ഇങ്ങനെ വന്നപ്പോൾ BJP അവിടെ മത്സരിക്കുന്നില്ല എന്നുള്ളൊരു നിലപാട് അവിടെ ഒരു മറ്റേ ഭംഗ്യത്തിനാണ് അവരുടെ നേതാക്കൾ സൂചിപ്പിച്ചു. അതിനിടയ്ക്ക് CPM എന്ത് ചെയ്തു, അവരുടെ സ്ഥാനാർത്ഥികളെ വൈകിപ്പിച്ചു. ഞാനിതൊക്കെ ഈ കഥയൊക്കെ പറയാൻ കാരണം നമ്പ്യാർ ചോദിച്ച ആ ഒരു ഇതിലേക്ക് വരാനാണ്. CPM ഒരു കഥ പ്രചരിപ്പിച്ച എന്താണെന്ന് വെച്ചാൽ, ഒരു സ്ഥാനാർത്ഥികളെ വൈകിപ്പിച്ചു. അതായത് അവർ പറഞ്ഞു, അങ്ങനെ അവരുടെ സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ അവരിങ്ങനെ കിണഞ്ഞ് പരിശ്രമിച്ചു. അങ്ങനെ പല ഘട്ടങ്ങളും വന്നിട്ടും അവരുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥി പോരാ അവിടെ, ആര്യയുടെ ഷൗക്കത്താണെങ്കിൽ. എങ്കിൽ പിന്നെ BJPയുടെ സ്ഥാനാർത്ഥി വരുന്നവരെ കാത്തിരുന്നു. വന്ന ശേഷം അവർ അവിടുത്തെ M സ്വരാജിനെ സ്ഥാനാർത്ഥിയാക്കി. അപ്പോൾ M സ്വരാജിനെ സ്ഥാനാർത്ഥിയാക്കണമെങ്കിൽ ഈ മുറ്റത്ത് തന്നെയുള്ളൊരു സ്ഥാനാർത്ഥി എന്തിനാണ് ഇത്രയും കാലം വൈകിച്ചു കൊണ്ടുവന്നത് എന്നൊരു ചോദ്യത്തിന് അവർ ഉത്തരം പറഞ്ഞിട്ടില്ല. അതിനുശേഷം ഇങ്ങനെ ഓരോ ദിവസവും വിഷയങ്ങൾ വരുമ്പോൾ ഈ ജനങ്ങളുടെ വിഷയങ്ങൾ ചർച്ചയാകാതിരിക്കാനാണ് CPM ശ്രമിച്ചത്. അതിൽ ഒരു പരിധിവരെ അവർ വിജയിക്കാൻ കാരണം, അതിന് UDFന് മറുപടി പറയേണ്ടി വന്നു, NDAയ്ക്കും മറുപടി പറയേണ്ടി വന്നു. UDFന് അത് മറുപടി പറയാതിരിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നാൽ അത് ജനങ്ങൾക്കുള്ള സംശയം ഉണ്ടാക്കും. ഇപ്പോൾ വെൽഫെയർ പാർട്ടിയുടെ കാര്യം, CPM പറഞ്ഞു വെൽഫെയർ പാർട്ടിയും ജമാഅത്തെ ഇസ്ലാമിയും വർഗീയ സാമുദായിക ശക്തികൾ UDFനൊപ്പം നിൽക്കുന്നു, ഞങ്ങൾ PDP ആണ് ഞങ്ങളെ പിന്താങ്ങുന്നത്, അവരെ പീഡിത പാർട്ടിയാണ്, അവർ മതേതര പാർട്ടിയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ അതിന് മറുപടി കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആ മറുപടിയിലേക്ക് കുറച്ചു കാലം പോയി. അപ്പം BJP കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയാണ്. അപ്പം കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിക്ക് അവിടുത്തെ റോഡ് വികസനവുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളിൽ അഭിപ്രായം പറയേണ്ടി വന്നു. അങ്ങനെ ചില വിഷയങ്ങൾ കൊണ്ടുവന്നപ്പോൾ അവിടുത്തെ വന്യമൃഗ ആക്രമണ കാരണവും അവിടുത്തെ സാധാരണക്കാരുടെ ഇപ്പോൾ +2 സീറ്റിൻ്റെ കാര്യങ്ങളാണെങ്കിലും അല്ലെ പെൻഷനാണെങ്കിലും ശമ്പളമാണെങ്കിലും തൊഴിലില്ലായ്മയാണെങ്കിലും റേഷൻ വിതരണത്തിലെ അപാകമാണെങ്കിലും വൈദ്യുതി നിരക്ക് കൂട്ടിയ കാര്യങ്ങളാണെങ്കിലും ഇതൊക്കെ അവിടെ പ്രാദേശികമായിട്ട് ചർച്ച അവിടുത്തെ പ്രാദേശിക പ്രസംഗങ്ങളിലും കവല മീറ്റിങ്ങുകളിലും ഒതുങ്ങിപ്പോയി. പക്ഷേ ഇതാണ് അവിടുത്തെ പ്രചരണത്തിന്, ഇതാണ് അവിടെ നല്ല അനുയോജ്യമായതും. അവിടെ UDFനും അവിടെ LDFനെ എതിർക്കുന്ന UDFനും NDAയ്ക്കും ഗുണമായി മാറുന്നത് ഈ കവലപ്രസംഗങ്ങളായിരുന്നു. പക്ഷേ ഇത് കവലപ്രസംഗങ്ങൾ നമ്മുടെ ചാനലുകൾ വരാത്തതിന് നമ്മൾ ആരും ഉത്തരവാദികളല്ല. പക്ഷേ അവിടുത്തെ പ്രാദേശിക പത്രങ്ങളിലൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ ചാനലുകളിൽ ചർച്ച ചെയ്ത കാര്യങ്ങളൊന്നും പത്രങ്ങളിൽ വന്നില്ല എന്നുള്ളത് നിങ്ങൾക്കറിയാമല്ലോ. അങ്ങനെ വരുമ്പോൾ തിരഞ്ഞെടുപ്പിൻ്റെ ദിശ മാറിപ്പോകുന്നു എന്ന ഘട്ടം വന്നപ്പോഴാണ് ഒരഭിമുഖത്തിൽ MV ഗോവിന്ദൻ മാഷ് ചോദിക്കാതെ തന്നെ RSSൻ്റെ പ്രശ്നം എടുത്തിട്ടത്. അപ്പോൾ അവിടെ UDFന്, അത് നിങ്ങൾ ചോദിക്കാത്തതുകൊണ്ടായി ഇപ്പോൾ തൽക്കാലം ഉത്തരം പറയുന്നില്ല, പക്ഷേ അവിടെ UDFനൊരു ഗുണം ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ ഈ വക, അതായത് LDF അവരുടെ നിലപാടില്ലായ്മ എന്ന് ഞാൻ പറഞ്ഞത് മനസ്സിലാക്കാണെന്ന് വിചാരിക്കുന്നു. അവരുടെ ഭരണ നേട്ടങ്ങളല്ലേ അവർ അജണ്ടയായിട്ട് കൊണ്ടുവരേണ്ടത്. 9 വർഷമാണ് മിസ്റ്റർ നമ്പ്യാർ കേരളം ഭരിച്ചത്. ഈ 9 വർഷത്തിലെ നേട്ടങ്ങൾ ഇതാ. അപ്പോൾ UDF എപ്പോഴും ചോദിച്ചുകൊണ്ടിരുന്നു, നിങ്ങളുടെ ഒരു പ്രധാന നേട്ടം പറയൂ. ഇന്നേ വരെ ഒരു പ്രധാന നേട്ടം പറയാൻ അവർക്ക് സാധിച്ചിട്ടില്ല. കാരണം അവർക്ക് പ്രധാന നേട്ടം പറയാനില്ല. ഫ്ലാഗ്ഷിപ്പ് പദ്ധതി എന്നാണല്ലോ നമ്മൾ പറയുക. അങ്ങൊരു പദ്ധതി, ഒരു പ്രധാന നേട്ടം, അഭിമാനകരമായ നേട്ടം അവർക്കില്ലാതെ പോയി. അവരപ്പോൾ പറഞ്ഞ എന്താണ്, കൊച്ചി സ്മാർട്ട് സിറ്റി, അതുപോലെ കണ്ണൂർ വിമാനത്താവളം, അതുപോലെ വിഴിഞ്ഞം പദ്ധതി, ഇതൊക്കെ എങ്ങനെയാണ് സംഭവം ഉണ്ടായെന്നൊക്കെ നമ്മൾ പലവട്ടം ചർച്ച ചെയ്ത് അവസാനിപ്പിച്ചതാണ്. അപ്പോൾ അതില്ലാണ്ട് അവർ കൊണ്ടുവന്ന പദ്ധതി എന്താണെന്ന് വെച്ചാൽ കേരളയിലേ ഉള്ളൂ. കേരളയിൽ അവർക്ക് പറയാൻ തന്നെ ഭയമാണ്, അതുകൊണ്ട് അവിടെ നിർത്തി. പിന്നെ അവർ കൊണ്ടുവന്ന പദ്ധതി ഏതാണ്, K-ഫോണാണ്. അത് ചർച്ചാ വിഷയമല്ലാതായി. പിന്നെ അവരുടെ ഏതാ പദ്ധതി ഉള്ളത്, ഒന്നുമില്ല. പിന്നെ അവർ പറയുന്നതൊക്കെ ഈ ഒരു ഗവൺമെൻറ്റിൻ്റെ തുടർച്ചയായ കാര്യങ്ങളാണ്. അത് ഭരണനേട്ടമല്ല, അത് ഉദ്യോഗസ്ഥന്മാരുടെ ജോലിയുടെ ഭാഗമായിട്ട് വരുന്നതാണ്.
അപ്പോൾ അവർ പറഞ്ഞ മുഖ്യമന്ത്രി തന്നെ ഒരു വലിയ എന്താ പറഞ്ഞ ഒരു LDF കൊണ്ടുവന്നൊരു വ്യാജ പ്രചരണത്തെ മുഖ്യമന്ത്രിയുടെ ഏറ്റുപിടിച്ചില്ലേ, 18 മാസത്തെ പെൻഷൻ UDF കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അത് ചർച്ചയായി. അത് ചർച്ചയായപ്പോൾ എന്താണ്, കൈപൊള്ളി. അപ്പോൾ പെട്ടെന്ന് പിൻവലിഞ്ഞു. എങ്ങനെയാണ് ചർച്ച ചെയ്തത്? 18 മാസത്തെ പെൻഷൻ UDF കൊടുക്കാനുണ്ട്, ഉമ്മൻചാണ്ടി കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഉമ്മൻചാണ്ടി ജീവിച്ചിരിപ്പില്ല. അപ്പോൾ അവർക്ക് 18 മാസത്തെ പെൻഷൻ കുടിശ്ശിക വെച്ച കോടികളാണ്. അതിനവർക്ക് പറഞ്ഞ കണക്ക് തെറ്റിപ്പോയി. അപ്പോൾ എന്താണ്, UDF ഒരു കണക്ക് കൊണ്ടുവന്ന് സ്വരാജിന് കൊടുത്ത മന്ത്രി തോമസ് ഐസക്ക്, അന്ന് MLA ആയിരുന്ന സ്വരാജിന് കൊടുത്ത, തൃപ്പൂണിത്തുറ MLA സ്വരാജിന് കൊടുത്ത കണക്ക് പുറത്തു കൊണ്ടുവന്നു. അപ്പോൾ അവരിന്ന് പിന്മാറി. ഇങ്ങനെ ഓരോ ദിവസവും ഓരോ ചാഞ്ചാട്ടത്തിലൂടെ പത്രമാധ്യമങ്ങളും നിറഞ്ഞു നിന്നപ്പോൾ ജനങ്ങൾക്ക് അവരിൽ വിശ്വാസമില്ലാത്തൊരവസ്ഥ വന്നു. ആ അവസ്ഥയിൽ കൃത്യമായിട്ടും അവിടെ നേട്ടമുണ്ടാക്കാൻ സാധിച്ചത് അവിടുത്തെ പ്രധാന പ്രതിപക്ഷ കക്ഷി എന്ന നിലയ്ക്ക് UDFനാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അവിടെ മുസ്ലിം ലീഗിൻ്റെ ഒരു ആത്മാർത്ഥമായ പ്രവർത്തനമുണ്ടായി. അവിടെ കോൺഗ്രസും ലീഗും ഒരു ഏകോപനം ഉണ്ടാക്കി. അതിൽ ഇതുവരെ നമ്മൾ ചർച്ച ചെയ്യാതിരുന്നതെന്ന് വെച്ചാൽ ഞാൻ 12 ചാനലുകൾ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇതിനു മുമ്പ് തൃക്കാക്കരയാണെങ്കിലും പുതുപ്പള്ളിയാണെങ്കിലും പാലക്കാട്ടാണെങ്കിലും ചേലക്കരയാണെങ്കിലും വയനാട് ലോക്സഭാ മണ്ഡലത്തിലാണെങ്കിലും അവിടെയൊക്കെ ഈ അസംബ്ലി ഇലക്ഷനിൽ UDFൻ്റെ നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസിനായിരുന്നു ഒരു മേൽക്കൈ ഉണ്ടായിരുന്നത്. ആ മേൽക്കൈ വെച്ചുകൊണ്ട് കാരണം അവിടെ ലീഗിൻ്റെ സ്വാധീനം കുറവാണ്. പക്ഷേ നിലമ്പൂരെത്തിയപ്പോഴേ അവർ ലീഗ് കോൺഗ്രസ് ഏകോപനം വളരെ ശക്തമായി. അതുകൊണ്ടാണ് ഈ യൂത്ത് ലീഗും യൂത്ത് കോൺഗ്രസും തമ്മിലുള്ള ബാന്ധവം ഒക്കെ അവിടെ ശക്തിപ്പെട്ടത്. അത് ഭയങ്കരമായിട്ട് UDFന് ഗുണം ചെയ്തു. ഈ ഒരു ഏകോപനം ഇടതുപക്ഷ യുവജന സംഘടനകൾക്ക് ഉണ്ടായില്ല. DYFI ആണെങ്കിലും AIYF ആണെങ്കിലും അവർക്കുണ്ടായില്ല. SFIയും ASFും തമ്മിലുണ്ടായില്ല. നോക്കൂ, അപ്പുറത്ത് KSUവും MSFും തമ്മിലുണ്ടായി. അങ്ങനെ വരുമ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയൻ കഴിയുന്നതാണ് അവർക്ക് കിട്ടി. അപ്പോൾ ഇതൊക്കെ അവിടുത്തെ ഒരു രാഷ്ട്രീയ അന്തരീക്ഷമാണ്. ഈ ഒരു അന്തരീക്ഷത്തിനിടയ്ക്ക് UDFൻ്റെ ഒരു നേതൃത്വം അവിടെ കാണിച്ച ഒരു തന്ത്രപരമായ നീക്കമുണ്ട്. എന്താണത്? LDFൻ്റെ രാഷ്ട്രീയ ആരോപണങ്ങൾക്ക് മറുപടി മാത്രം പറയുക, അത് വിവാദമാക്കി ചർച്ചയാക്കാതെ കൊണ്ടുപോകാതിരിക്കുക. രണ്ടാമത്തെ കാര്യം, ഗവൺമെൻറ്റിനെതിരായ ഭരണവിരുദ്ധ വികാരത്തെ കൃത്യമായി ഉപയോഗപ്പെടുത്തുക. ഇങ്ങനെ കൃത്യമായി ഉപയോഗപ്പെടുത്താൻ അവർ ശ്രമിച്ചുകൊണ്ടിരുന്ന ഘട്ടത്തിലാണ് ഈ പുതിയ RSS വിവാദം വന്നത്. അത് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഞാൻ അതിൻ്റെ ഘട്ടത്തിൽ അതിൻ്റെ ഉത്തരം പറയാം. ഓക്കെ, അല്ല, ഞാൻ ആദ്യം ചോദിച്ചത് അങ്ങനെ ഒരു പരാമർശം CPM സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഗത്തു നിന്ന് അതിന് 2 തിയറി അഡ്വക്കേറ്റ് ശങ്കുട്ടിദാസ് ഇവിടെ പറയുകയുണ്ടായി. ഒന്നുകിൽ സ്വരാജിനെ തോൽപ്പിക്കാനായിരിക്കാം, അല്ലെങ്കിൽ കിട്ടട്ടെ, ഹിന്ദു വോട്ടുകൾ കിട്ടുമോ, RSS പരാമർശം കൊണ്ട് ഹിന്ദു വോട്ടുകൾ കൂടുതൽ സ്വരാജിനെ വീഴട്ടെ എന്ന് വെച്ചായിരിക്കും. അത് നമുക്ക് എന്തായാലും 23-ാം തീയതി വരെ കാത്തിരിക്കേണ്ടി വരും. പക്ഷേ എങ്കിലും അങ്ങനെ ഒരു പരാമർശം അത് UDFന് അഡ്വാൻറ്റേജ് ആകുമോ എന്നാണ് ഞാൻ ചോദിച്ചത്. എന്തായാലും താങ്കൾക്ക് അടുത്ത ഘട്ടത്തിൽ മറുപടി പറയാം. അഡ്വക്കേറ്റ് അസ്ക, MV ഗോവിന്ദനെ പോലെ പിണറായി വിജയനും ചില സന്ദർഭങ്ങളിൽ ജനസംഘവുമായിട്ടുള്ള സഹകരണം തുറന്ന് സമ്മതിച്ചിരുന്നു. അന്നൊന്നുമില്ലാത്ത വിവാദം ഉപതെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് സൃഷ്ടിക്കപ്പെട്ടത് മണ്ഡലത്തിൻ്റെ പൊതു സ്വഭാവം കണക്കിലെടുത്തും അതുപോലെ ന്യൂനപക്ഷത്തെ കയ്യിലെടുക്കാനും അല്ലേ? ശ്രീ അനന്തപുരത്തിൽ ഒരു വ്യത്യസ്തമായ നിലപാടാണ് സഖാവ് MV ഗോവിന്ദൻ അക്കാര്യത്തിൽ എടുത്തിട്ടുള്ളത്. MV ഗോവിന്ദൻ പറഞ്ഞ വാക്കുകളെ തെറ്റിദ്ധരിക്കുകയും വളച്ചൊടിക്കുകയും മാധ്യമങ്ങൾ ചെയ്തു എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ അഭിമുഖത്തിന്റെ പൂർണ്ണ രൂപം മനസ്സിലാക്കിയാൽ അദ്ദേഹം അത്തരമൊരു നിലപാട് RSSുമായി ബാന്ധവമുണ്ടായിരുന്നു എന്ന അർത്ഥത്തിലുള്ള നിലപാടല്ല എടുത്തതെന്ന് അദ്ദേഹം അടുത്ത ദിവസം പത്രസമ്മേളനത്തിൽ വിശദീകരിക്കും. പിണറായി വിജയൻ നേരിട്ട് ഈ വിഷയത്തെ സംബന്ധിച്ച് അഡ്വക്കേറ്റ് അസ്ക, അദ്ദേഹത്തോടുള്ള ചോദ്യത്തിൽ RSS എന്ന് പരാമർശിക്കപ്പെട്ടിട്ട് പോലുമില്ല. അങ്ങനെ പരാമർശമില്ലാതെയാണ് RSSനെ ചിത്രത്തിലേക്ക് MV ഗോവിന്ദൻ കൊണ്ടുവരുന്നത്. അങ്ങനെ കൊണ്ടുവന്നത് മനഃപൂർവ്വമല്ലേ? അതിന് പിന്നിൽ ഒരു ഉദ്ദേശമില്ലേ എന്നുള്ളതാണ് ചോദ്യം. അല്ല, അങ്ങ് മനസ്സിലാക്കൂ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലടക്കം 10,000-ൽ താഴെ വോട്ടുകൾ മാത്രമാണ് BJP അല്ലെങ്കിൽ NDA മുന്നണി എന്ന നിലയിൽ നിലമ്പൂർ മണ്ഡലത്തിലുള്ളത്. അത്തരമൊരു മണ്ഡലത്തിലെ 10,000-ൽ താഴെ മാത്രം വോട്ടുകൾ ഉള്ള ഒരു മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ RSSനെ വലിച്ചിഴക്കുന്നത് കൊണ്ട് ഒരു 100 വോട്ടെങ്കിലും അധികം ഇടതുപക്ഷത്തിന് ലഭിക്കുമെന്ന ചിന്ത MV ഗോവിന്ദനെ പോലുള്ള പരിണതപ്രജ്ഞനായ ഒരു രാഷ്ട്രീയ നേതാവിൽ നിന്ന് ഉണ്ടാകുമോ എന്നുള്ളതാണ് എന്റെ സംശയം. അപ്പൊ പിന്നെ സ്വരാജിനെ തോൽപ്പിക്കാനായിരിക്കും? ഒരിക്കലല്ല. ഈ 100 വോട്ട് തിരികെ UDFൽ ചെന്നാൽ സ്വരാജിനെ തോൽപ്പിക്കാനാവോ? സ്വരാജിനെ തോൽപ്പിക്കാനാവില്ല. കഴിഞ്ഞ 72% പോളിംഗ് നടന്നിരിക്കുന്ന ഒരു മണ്ഡലത്തിൽ, ആ മണ്ഡലത്തിൽ കഴിഞ്ഞ 9 കൊല്ലക്കാലം ഇടതുപക്ഷം ആർജിച്ച സംസ്ഥാനത്തെ ഭരണ നേട്ടങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ടാണ് വീടാന്തരം കാര്യങ്ങൾ നടത്തിയിട്ടത്.
അല്ല, 2000 പറയാനൊന്നും കോടി ഉണ്ടായിരുന്നില്ല എന്നാണ് ശ്രീകുമാർ സാർ പറഞ്ഞത്. അല്ല, അത് അദ്ദേഹത്തിന് അങ്ങനെ പറയാനല്ലേ നിവൃത്തിയുള്ളൂ. അദ്ദേഹത്തിന്റെ നിലപാടുകൾ അങ്ങനെയല്ലേ എടുക്കാൻ കഴിയുള്ളൂ. 2000 കോടി രൂപയാണ് കഴിഞ്ഞ 9 കൊല്ലത്തിനിടയിൽ നിലമ്പൂർ മണ്ഡലത്തിൽ മാത്രം ചിലവാക്കിയിട്ടുള്ളത്. 290 കോടി രൂപ നിലമ്പൂരിലെ റോഡുകൾക്ക് വേണ്ടി മാത്രം സംസ്ഥാന സർക്കാർ ചിലവാക്കിയിട്ടുണ്ട്. ഞാൻ 10 കൊല്ലം മുമ്പ് നിലമ്പൂർ പോകുന്ന അവസ്ഥയിലായിരുന്നില്ല. ഇപ്പോ ഈ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിലമ്പൂർ പോയപ്പോ അവിടുത്തെ റോഡുകളുടെ അവസ്ഥ, അവിടുത്തെ സ്കൂളുകളുടെ അവസ്ഥ, അവിടുത്തെ ആശുപത്രികളുടെ അവസ്ഥ, ആ അവസ്ഥയെ കൃത്യമായി ബോധ്യമുള്ളവരാണ് നിലമ്പൂരിലെ ജനങ്ങൾ. അല്ല, അപ്പൊ അതിന്റെ മാത്രമല്ല ക്രെഡിറ്റ് അൻവർ കൊണ്ടുപോകൂലേ? അല്ല, ആ ക്രെഡിറ്റ് അല്ല, അതിൽ ഏറ്റവും കാര്യം അതെന്താ, അൻവറിന്റെ മാത്രം വ്യക്തിത്വത്തിൽ അൻവർ തന്നെ പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ 9 കൊല്ലത്തിനിടയിൽ മുഖ്യമന്ത്രി പിതൃതുല്യവും വാത്സല്യത്തോടു കൂടി എന്റെ മണ്ഡലത്തിലേക്ക് അദ്ദേഹം നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനത്തിന്റെ സഹായത്തെ സംബന്ധിച്ച് അദ്ദേഹം തന്നെ നന്ദി അറിയിച്ചുകൊണ്ട്, അനുസ്മരിച്ചുകൊണ്ട് അദ്ദേഹം തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അത് നമ്മുടെ പൊതുമണ്ഡലത്തിലുണ്ട്. അൻവറിനെ നമുക്ക് ഒരു തരത്തിലും അങ്ങനെ രാഷ്ട്രീയത്തിൽ ഒരു രാഷ്ട്രീയ നേതാവായി പോലും, ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥിയായി പോലും അദ്ദേഹത്തെ ഉൾക്കൊള്ളാനാവില്ല. കാരണം അദ്ദേഹത്തിന്റെ നിലപാടുകൾ അങ്ങനെയാണ്. അങ്ങനെ അല്ലായിരുന്നു എങ്കിൽ ഒരുപക്ഷെ അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങൾ ഉറച്ചു നിൽക്കുകയായിരുന്നുവെങ്കിൽ ഇന്ന് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ തെരഞ്ഞെടുപ്പ് ഫലം മറ്റൊന്നാകുമായിരുന്നു എന്ന് കരുതുന്ന ഒരാളാണ്. കാരണം അൻവർ UDF-നൊപ്പം നിൽക്കുകയും VS ജോയി അവിടെ ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാവുകയൊക്കെ ചെയ്തിരുന്നു എങ്കിൽ ഒരു കടുത്ത മത്സരം ആയി ഇടതുപക്ഷത്തിന് ആ മത്സരത്തെ വിലയിരുത്തേണ്ടി വന്നേനെ. പക്ഷെ ഇപ്പൊ ആ സാഹചര്യമൊക്കെ മാറിയിട്ടുണ്ട്. ഏതൊരു ഉപതെരഞ്ഞെടുപ്പിലും ഒരു ആന്റി ഇൻക്യുബേഷൻ ഫാക്ടേഴ്സ് ഉണ്ട്. ആ ആന്റി ഇൻക്യുബേഷൻ ഫാക്ടേഴ്സിനെ കൃത്യമായി ആ ഭരണവിരുദ്ധ വികാരത്തെ വികേന്ദ്രീകരിക്കുന്നതിന് അൻവറിന്റെ സാന്നിധ്യം കൊണ്ട് കഴിയുന്നുണ്ട്. അൻവറിന് ലഭിക്കുന്ന വോട്ടുകൾ മുഴുവൻ ഇടതുപക്ഷത്തിന്റെ പക്കൽ നിന്ന് വരുന്നതല്ല. ഇടതുപക്ഷ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അൻവർ നാളിതുവരെ ഒപ്പം നിന്നപ്പോൾ ഉണ്ടായിരുന്നതിനപ്പുറം അദ്ദേഹത്തെ പുറത്തു പോകുമ്പോൾ അദ്ദേഹം പറഞ്ഞു വിട്ടുപോയ വാക്കുകൾ, അദ്ദേഹത്തിന്റെ പ്രവൃത്തികൾ ഒക്കെ വലിയ അമർഷം നിലമ്പൂരിലെ മണ്ഡലത്തിൽ തന്നെയുണ്ട്. അപ്പോ അവരാരും അൻവർ നോട്ട് ചെയ്യുമെന്ന് ഞാൻ കരുതുന്നില്ല. മറിച്ച് അൻവറിന് ലഭിക്കാൻ കഴിയുന്ന വോട്ട് സംസ്ഥാന സർക്കാരിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരത്തിന്റെ വോട്ടുകൾ അദ്ദേഹത്തിലേക്ക് കൂടി ലഭിക്കും. മറിച്ച് രണ്ടാമത് ലഭിക്കുന്നത് എന്ന് പറഞ്ഞാൽ പരമ്പരാഗതമായിട്ട് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർക്ക് ആര്യാടൻ ഷൗക്കത്തുമായി കടുത്ത വിരോധമുണ്ട്. ആ ആര്യാടൻ ഷൗക്കത്തുമായിട്ടുള്ള കടുത്ത വിരോധം പരമ്പരാഗത മുസ്ലിങ്ങൾ, യാഥാസ്ഥിതിക മുസ്ലിങ്ങൾ, നിലമ്പൂർ മണ്ഡലത്തെ സംബന്ധിച്ച് മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള ഒരു മണ്ഡലം എന്ന നിലയിൽ ആ യാഥാസ്ഥിതിക മുസ്ലിങ്ങൾ UDF വോട്ട് ചെയ്യാതെ നിശ്ചയമായും അതൊരു പക്ഷേ അൻവറിലേക്ക് ഫോക്കസ് ചെയ്യും എന്നാണ് ഞാൻ കരുതുന്നത്. അത് ഇടതുപക്ഷത്തിന്റെ വിജയ സാധ്യതയെ കൂടുതൽ പ്രകാശിപ്പിക്കുന്നു എന്നതാണ്. അവിടെ നിലമ്പൂരിൽ ഈ വിവാദങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് UDF ആണ്. വിവാദങ്ങളുടെ തുടക്കം മുതൽ വിവാദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരുന്നത് UDF ആണ്. നമുക്കറിയാം, ഏറ്റവും ഒടുവിൽ പെട്ടി വിവാദം വരെ ചെന്നെത്തുന്ന തരത്തിൽ വളരെ നിസ്സാരവൽക്കരിച്ച് കാണേണ്ട വിഷയങ്ങളെ പോലും വിവാദങ്ങളിലേക്ക് എത്തിക്കുന്നതിന് കിണഞ്ഞു പരിശ്രമിച്ചിട്ടുള്ളത് UDF ആണ്. വിവാദങ്ങളല്ല തെരഞ്ഞെടുപ്പിന്റെ ചർച്ചകളിലേക്ക് വരേണ്ടത്. ആ വിവാദങ്ങളെല്ലാം മണിക്കൂറുകൾ കൊണ്ട് കെട്ടടങ്ങി എന്നുള്ളതും നമുക്കറിയാം. വളരെ കൃത്യമായ അടുക്കും ചിട്ടയുമുള്ള ഒരു സംഘടനാ പ്രവർത്തനം ഇടതുപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ എന്നാണ് ഞാൻ അതിനെ കാണുന്നത്. ഒരുപക്ഷെ RSS ബന്ധം അല്ലെങ്കിൽ RSSുമായിട്ടുള്ള സഖ്യത്തെ സംബന്ധിച്ച് MV ഗോവിന്ദൻ ആ സാന്ദർഭികവശാൽ ചർച്ച ചെയ്യപ്പെടുന്നതിന് അദ്ദേഹത്തിന്റെ വാക്കുകളെ മുഴുവനായി ഉൾക്കൊള്ളുന്നതിനപ്പുറം അത് ഒരു തരത്തിലും ഉപതെരഞ്ഞെടുപ്പിൽ, നിലമ്പൂർ പോലുള്ള ഉപതെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ 30 മുതൽ 40% ഹിന്ദു നാമധാരികളുടെ വോട്ടുകളുള്ള ഒരു മണ്ഡലം തന്നെയാണ്. പക്ഷെ അതിനപ്പുറം അതിൽ BJPക്ക് സ്വാംശീകരിക്കാൻ കഴിയുന്ന വോട്ടുകളുടെ സാന്നിധ്യം എന്ന് പറയുന്നത് 6000-ഓ 7000-ഓ ആണ്. അതിൽ തന്നെ RSS കടുത്ത RSSകാരോ RSSന്റെ പ്രവർത്തകരോ ആയിട്ടുള്ളത് 2000 ആളുകൾ മാത്രമായിരിക്കും. അപ്പൊ ആ 2000 ആളുകളിൽ ഏതെങ്കിലും തരത്തിൽ CPM ചിഹ്നത്തിൽ വോട്ട് ചെയ്യുമെന്ന പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന ആളൊന്നും ആയിരിക്കില്ലല്ലോ ഗോവിന്ദൻ മാഷ്. ഗോവിന്ദൻ മാഷ കാര്യത്തിൽ പറഞ്ഞത് അദ്ദേഹത്തിന്റെ തുറന്ന നിലപാടുകൾ അദ്ദേഹം പറഞ്ഞു, അത് തെറ്റിദ്ധരിക്കപ്പെട്ടു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എവിടെയാണ് കേരളത്തിൽ നമുക്കറിയാലോ കുപ്രസിദ്ധ പോലീബി സഖ്യം 1991 തെരഞ്ഞെടുപ്പിൽ വടകരയിലും ബേപ്പൂരിലും തിരുവനന്തപുരം ഈസ്റ്റിലും മഞ്ചേശ്വരത്തുമായി ഉണ്ടാക്കിയിട്ടുള്ള സഖ്യത്തെ സംബന്ധിച്ച് വളരെ ഇത് ഞങ്ങളാരും പറഞ്ഞു വെച്ച് തുടങ്ങിയതല്ല. രാംപിള്ള സാറിൻ്റെതും അതുപോലെ തന്നെ രത്നസിംഗിൻ്റെതും ആയിട്ടുള്ള ആത്മകഥകളിൽ വളരെ കൃത്യമായി
ഇത് സംബന്ധിച്ചിട്ട പരാമർശങ്ങളുണ്ട്. അത് കെട്ടടങ്ങിയ ഒരു വിവാദമാണ്. ആ വിവാദം ഇപ്പോൾ UDF-നെ സംബന്ധിച്ചിടത്തോളം UDF-നൊപ്പം തലേന്ന് രാത്രി വരെ നിന്നയാളെയാണ് UDF BJP-ക്ക് NDA മുന്നണിക്ക് സ്ഥാനാർത്ഥിയായി സമ്മാനിച്ചിട്ടുള്ളത്. തലേന്ന് രാത്രി വരെ UDF ക്യാമ്പിൽ നിൽക്കുകയും തൊട്ടടുത്ത ദിവസം രാവിലെ NDA-യുടെ സ്ഥാനാർത്ഥിയായി വരികയും ചെയ്യുക എന്ന് പറയുന്നത് ആ അവിടെ കൃത്യമായ ഒരു അജണ്ടയുടെ കൂടി ഭാഗമായിരുന്നു. അത് ഒരുപക്ഷെ കോൺഗ്രസ് BJP ബാന്ധവമാണ് എന്ന്, അല്ലെങ്കിൽ UDF BJP ബാന്ധവമാണെന്ന് ആരെങ്കിലും സംശയിച്ചു പോയാൽ അവരെ കുറ്റപ്പെടുത്താനും ആവില്ല. അഡ്വക്കേറ്റ് അസ്ക, ഗോവിന്ദ മാഷയ്ക്ക് തെറ്റൊന്നും പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാണ് പിണറായി വിജയൻ വാർത്താ സമ്മേളനം നടത്തിയത്? പിണറായി വിജയൻ വളരെ കൃത്യമായിട്ട് അത് പറഞ്ഞല്ലോ. എന്താണ് കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം 1977 മുതലുള്ള ആദ്യമായിട്ടാണ് പാർട്ടി സെക്രട്ടറി പറയുന്നതല്ല പാർട്ടിയുടെ നിലപാട്, ഞാൻ പറയുന്നതാണ് പാർട്ടിയുടെ നിലപാട്. അല്ല, അങ്ങനെ തെറ്റിദ്ധരിക്കേണ്ട അല്ല, എനിക്ക് തെറ്റിദ്ധാരണയൊന്നുമില്ല. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളാണ് ഞാനിവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. പാർട്ടിയുടെ മുതിർന്ന PB അംഗം എന്ന നിലയിൽ കേരളത്തിലെ മുതിർന്ന ആരെയാണ് പാർട്ടി പ്രവർത്തകർ അനുസരിക്കേണ്ടത്, അല്ലെങ്കിൽ ആരെയാണ് പാർട്ടി പ്രവർത്തകർ വിശ്വസിക്കേണ്ടത്? ഇപ്പൊ ഗോവിന്ദ മാഷ് ഒന്നും അല്ല എന്ന് പിണറായി വിജയൻ തന്നെ തെളിയിച്ചു അല്ലേ? അല്ല, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ആക്ഷേപഹാസ്യത്തിൽ അങ്ങനെയൊക്കെ പരിഹസിക്കാന്നേ. ആ പരിഹാസം രൂപേണ നമുക്ക് അതൊക്കെ പറഞ്ഞു നോക്കാം. ഗോവിന്ദ മാഷ് പറഞ്ഞത് തെറ്റിദ്ധരിക്കപ്പെട്ടു എന്ന് അദ്ദേഹം തന്നെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞല്ലോ. അതിന് തൊട്ടു മുമ്പ് പിണറായിയുടെ വാർത്താ സമ്മേളനത്തിന് തൊട്ടു മുമ്പ് തന്നെ അദ്ദേഹം അത് വിശദീകരിക്കണ്ടായി. അത് അദ്ദേഹത്തെ കൊണ്ട് നടത്തിച്ചതല്ലേ അങ്ങനെ ഒരു വാർത്താ സമ്മേളനം. എന്നിട്ടും അതിലൊരു വ്യക്തത വരാത്തത് കൊണ്ടാണല്ലോ അവസാനം രക്ഷാമാർഗം ഉപയോഗിച്ചത് പിണറായി വിജയൻ. അങ്ങനല്ല, ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചാൽ അങ്ങനെ വാർത്താ സമ്മേളനം നടത്തുവാനും ആരെങ്കിലും നിർബന്ധിച്ചാൽ പത്രക്കാരെ കാണുകയും ചെയ്യുന്ന ആളൊന്നും അല്ലല്ലോ ഗോവിന്ദ മാഷ്. നമ്പ്യാരുമായി തന്നെ ഇതുപോലെ സ്വകാര്യ അഭിമുഖം അദ്ദേഹം നടത്തിയിട്ടുള്ളതും അങ്ങ് ജനം TVയിലൂടെ അത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. അപ്പോ അത് സംപ്രേഷണം ചെയ്യപ്പെട്ടുള്ളതും നമ്മളെല്ലാവരും അത് കണ്ടിട്ടുള്ളതാണ്. അപ്പോ അദ്ദേഹത്തിനോട് ചോദിക്കാതെ ആണ് എന്ന് അഭിലാഷ് മോഹനും പറഞ്ഞിട്ടില്ല. അഭിലാഷ് മോഹൻ വളരെ കൃത്യമായിട്ട് അത് സംബന്ധിച്ച് ഒരു നിലപാട് പിന്നീട് വാർത്തകളിലൂടെ വായിക്കുകയുണ്ടായി. അത് തെറ്റിദ്ധരിക്കപ്പെട്ടതാണ്. അതിന്റെ പൂർണ്ണ രൂപം മനസ്സിലാക്കിയാൽ എന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചത് എന്ന് ബോധ്യപ്പെടും എന്ന അർത്ഥത്തിൽ ആ ആങ്കർ തന്നെ മാധ്യമങ്ങളിലൂടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഇതൊരു വിവാദമാക്കി നിർത്തിക്കൊണ്ട് അതിൽ നിന്ന് എന്തെങ്കിലും ന്യൂനപക്ഷ ഏകീകരണം ഉണ്ടാക്കാൻ കഴിയുമോ എന്ന് ശ്രമിച്ചത് UDF ആണ്. നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിൽ ഇതുകൊണ്ട് എന്തെങ്കിലും നേട്ടം കൊയ്യാൻ ശ്രമിച്ചത് ഈ ഗോവിന്ദ മാഷ് പറഞ്ഞിട്ടുള്ള RSS-നെ സംബന്ധിച്ചുള്ള പരാമർശം, ആ പരാമർശത്തിൽ ഏതെങ്കിലും തരത്തിൽ നേട്ടം ഉണ്ടാക്കാൻ കഴിയുമോ എന്ന് ശ്രമിച്ചത് UDF മാത്രമാണ്. അതായിരുന്നു നമുക്ക് മുന്നിൽ തെളിഞ്ഞു വരുന്ന രാഷ്ട്രീയ ചിത്രം. ഇവിടെ UDF പരാജയ ഭീതിയിലാണ്. UDF ആ പരാജയ ഭീതിയുടെ ആ കത്തിക്കരിയുന്ന മണം, UDF പുകയുന്ന മണം അവർ കേട്ടുകൊണ്ടേയിരിക്കുകയാണ്, അവർ മണത്തുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ടാണ് അവർ ഇത്തരത്തിൽ ഓരോ നിമിഷവും വിവാദങ്ങളുടെ പിന്നാലെ പോകുന്നത്. രാഷ്ട്രീയം പറയുകയും കൃത്യമായ രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്നു. അതിന്റെ ഫലം ഇതേ വേദിയിൽ കാണേണ്ടതാണ്. അല്ല, നിലമ്പൂരിൽ ഇതേ നമുക്ക് കാണാലോ. ആരാണ് കരിഞ്ഞത്, എന്തുകൊണ്ട് കരിഞ്ഞു എന്നൊക്കെ ചിലപ്പോൾ വിശദീകരിക്കേണ്ടി വരും. അല്ല, നിശ്ചയമായി 23-ന് വളരെ ആത്മവിശ്വാസത്തിലാണ് നമ്പ്യാർ ഇടതുപക്ഷ ക്യാമ്പ്. കാരണം വളരെ കൃത്യമായ ഒരു രാഷ്ട്രീയ ജനങ്ങളുമായി സംസാരിക്കുന്നതിനും പങ്കുവയ്ക്കുന്നതിനും സംവദിക്കുന്നതിനും ഇടതുപക്ഷത്തിനായിട്ടുണ്ട് എന്നുള്ള ആത്മവിശ്വാസം. സ്വരാജിനെ പോലുള്ളൊരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് വഴി ലഭിച്ചിട്ടുള്ള വലിയ സ്വീകാര്യത ആ മണ്ഡലത്തിലുണ്ട്. ആ സ്വീകാര്യത നിഷേധിക്കാനാണല്ലോ. ചെറുപ്പക്കാർക്കിടയിലും മുതിർന്നവർക്കിടയിലും ഒരേപോലെ സ്വീകാര്യത ലഭിച്ച ഒരു സ്ഥാനാർത്ഥിയുണ്ട്. ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അത് എം സ്വരാജ് തന്നെയായിരുന്നു. അതൊരു സ്ഥാനാർത്ഥി നിർണയത്തിൽ ഇടതുപക്ഷത്തിന് എപ്പോഴും കിട്ടുന്ന മേൽക്കോയ്മ ആ സ്ഥാനാർത്ഥി നിർണയത്തിൽ ലഭിച്ചു എന്നുള്ളതാണ് ഒരു വസ്തുത. ആ വസ്തുതകളായി തന്നെ നമുക്ക് ഒരൊറ്റ കാര്യം കൂടി അൻപ്, തലേ ദിവസം ഗോവിന്ദ മാഷ് പറയുന്നു RSS-ഉമായിട്ട് പണ്ട് സഹകരിച്ചു എന്ന്. പിറ്റേ ദിവസം പിണറായി RSS-നെ അധിക്ഷേപിക്കാൻ വേണ്ടി മാത്രം ഒരു വാർത്താ സമ്മേളനം വിളിച്ച് കൂട്ടുന്നു. ഇതൊക്കെ ഒരു 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 തിരക്കഥയുടെ അടിസ്ഥാനത്തിൽ നടത്തിയതുപോലെ സംശയിച്ചാൽ അതിനെ കുറ്റം പറയാൻ പറ്റുമോ? അല്ല, തലേന്ന് രാത്രി ഒരു തീരുമാനിക്കപ്പെട്ടതോ അല്ലെങ്കിൽ മുൻ നിശ്ചയപ്രകാരമുള്ള ഒരു അഭിമുഖമായിരുന്നില്ല ഒരു ചാനലിന് ഗോവിന്ദ മാഷ് നൽകിയിട്ടുള്ളതെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. അല്ല, ആ അഭിമുഖത്തിൽ തന്നെ RSS-നെ കുറിച്ചൊന്നും ചോദിക്കുന്നില്ല. ചോദിക്കാതെയാണ് RSS എന്ന പേര്
MV ഗോവിന്ദൻ അവിടെ അദ്ദേഹം മനഃപൂർവ്വം അങ്ങനെ ഒരു പരാമർശം നടത്തുന്നത് അത് ശരിയല്ലേ? അത് അംഗീകരിക്കുന്നുണ്ടോ? അല്ല, അത് ഈ രാഷ്ട്രീയം ചർച്ച ചെയ്യുമ്പോൾ അവിടെയാണ് ചില സംശയങ്ങൾ ഉയരുന്നത്. എന്തിന് RSSന്റെ പേര് MV ഗോവിന്ദൻ ഉപയോഗിച്ചു എന്നുള്ളത്. അല്ല, അതിലൊരു ക്ലാരിറ്റി ഇതുവരെയായിട്ടും വന്നിട്ടില്ല. രാഷ്ട്രീയം ചർച്ച ചെയ്യുമ്പോൾ 1977 തെരഞ്ഞെടുപ്പും അതിന് 1975 ഉണ്ടായിരുന്ന അടിയന്തരാവസ്ഥയും അതിനുശേഷം 1991 വന്നിട്ടുള്ള അവിശുദ്ധ കോലീബി സഖ്യവും ഒക്കെ ചർച്ച ചെയ്യപ്പെടുമല്ലോ. ആ ചർച്ച ചെയ്യപ്പെടുന്നതിന്റെ ഭാഗമായി പാർട്ടി സെക്രട്ടറി അദ്ദേഹം പറഞ്ഞു വെച്ചതാണ്. അതിനെ തെറ്റിദ്ധരിക്കുന്ന തരത്തിൽ മാധ്യമങ്ങൾ പിന്നീട് വളച്ചൊടിച്ചുകൊണ്ട് ഗോവിന്ദൻ മാഷ് പറഞ്ഞു CPM RSS ബന്ധമാണ്. CPM RSSുമായി ഒരു ഘട്ടത്തിലും ഒരു തലത്തിലുമുള്ള സന്ധി ചെയ്തിട്ടില്ല എന്നുള്ളത് കേരള രാഷ്ട്രീയവും ഇന്ത്യൻ രാഷ്ട്രീയവും പരിശോധിക്കുന്നവർക്കറിയാം. അപ്പോ അങ്ങനെ ആരോപണം ഉന്നയിക്കും. ഇപ്പൊ ഏറ്റവും ഒടുവിൽ തന്നെ ഈ പാർലമെന്റ് ഈ ഉപതെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് വരെ UDF കേരളത്തിൽ ആരോപിച്ചുകൊണ്ടിരുന്നത് എന്താ? BJPയുമായി ഒരു ഡീൽ CPM ഉണ്ടാക്കിയിരിക്കുന്നു. അത് മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ മകളെയും രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. കരിവന്നൂർ കേസിൽ കുറ്റപത്രം നൽകാതിരിക്കുന്നതിന് വേണ്ടിയാണ്. പക്ഷേ ED CPMനെ അടക്കം പ്രതി ചേർത്തുകൊണ്ട് ഇന്ത്യയുടെ ചരിത്രത്തിൽ ED 2 തവണയാണ് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ളത്. ഒന്ന് ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിക്കെതിരെ നൽകിയിട്ടുള്ള കുറ്റപത്രത്തിലും ഇവിടെ കേരളത്തിൽ കരിവന്നൂർ ബാങ്ക് കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറ്റപത്രത്തിലുമാണ് 2 തവണ ഇത്തരത്തിൽ രാഷ്ട്രീയ പാർട്ടിയെ പ്രതി ചേർക്കുന്നത്. CPMനെ പ്രതി ചേർത്തുകൊണ്ട് ഒരു കുറ്റപത്രം നൽകിയിട്ടുള്ള അല്ല, നിശ്ചയമായി അത് സുപ്രീം കോടതിയിൽ ഒരു ആം ആദ്മി പാർട്ടിയുടെ ഒരു കേസുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ ED കേട്ട തിരിച്ചടിയെ തുടർന്നാണ് രാഷ്ട്രീയ പാർട്ടികളെ കൂടി പ്രതി ചേർക്കുന്ന തലത്തിലേക്ക് ED എത്തിയിട്ടുള്ളത്. നിശ്ചയമായി അത് നിയമപരമായ വഴികൾ മാത്രമാണ്. അപ്പൊ അതൊരു ബാന്ധവമുണ്ട്. കരിവന്നൂർ കേസിൽ CPM നേതാക്കന്മാരെ രക്ഷിക്കുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ള ഇടപെടലുകളുണ്ട് എന്ന അർത്ഥത്തിലുള്ള പ്രചരണം അതോടുകൂടി അവസാനിക്കുകയായിരുന്നല്ലോ. അന്ന് വരെ അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. കേരള രാഷ്ട്രീയത്തിൽ കഴിഞ്ഞ 9 കൊല്ലങ്ങൾക്കിടയിൽ UDF ഉയർത്തിക്കൊണ്ടുവന്ന ഒരു ആരോപണത്തെയും ശക്തിയുക്തമായി തെളിയിക്കുന്നതിനോ വസ്തുതകൾ അവതരിപ്പിക്കുന്നതിനോ UDFനായിട്ടില്ല. അതെല്ലാം ചായക്കോപ്പയിലെ കൊടുങ്കാറ്റുകളായി അവസാനിച്ചു പോയിരിക്കുന്നു ഓരോ ഘട്ടത്തിലും. അതാണ് UDFനും കേരളത്തിലെ പ്രതിപക്ഷത്തിന് സംഭവിച്ച ഏറ്റവും വലിയ പരാജയം. അപ്പോഴും RSSനെ എന്തിന് ഈ ചിത്രത്തിലേക്ക് കൊണ്ടുവന്നു എന്നതിനൊരു ഉത്തരം എനിക്ക് ലഭിച്ചിട്ടില്ല. ശങ്കു ഒരു വ്യക്തത ഉണ്ടായോ? അല്ല, ഇതിലൊരു വ്യക്തത ഇതുവരെ ആയിട്ടും വന്നില്ല. എന്തുകൊണ്ട് RSSന്റെ പേര് വലിച്ചിഴച്ചു എന്നതിലൊരു വ്യക്തത വരുത്താൻ അഡ്വക്കേറ്റ് അസ്കറിനും സാധിച്ചിട്ടില്ല എന്നല്ല മനസ്സിലാക്കേണ്ടത്. അല്ലെ, ഞാനതിൽ എന്റെ സാമാന്യയുക്തിക്ക് നിരക്കുന്ന 2 കാരണങ്ങൾ ഞാൻ പറഞ്ഞു. അതൊരു പൊളിറ്റിക്കൽ റീഡിംഗ് ആണ്. അതിനുമുമ്പ് 2 കാര്യങ്ങൾ ഞാൻ എന്റെ ആദ്യ ഊഴത്തിൽ സംസാരിച്ച കാര്യങ്ങളിൽ 2 പെശകുകൾ സംഭവിച്ചു എന്ന് പിന്നീട് ഉള്ള അതിൽ എനിക്ക് ബോധ്യപ്പെട്ടു. 1-2 ആളുകൾ എനിക്ക് മെസ്സേജ് അയക്കുകയും ചെയ്തു. അതിൽ ഒന്ന്, 1971 ബംഗ്ലാദേശ് ലിബറേഷൻ വാറിന് ശേഷം ഇന്ദിരാഗാന്ധിക്ക് അനുകൂലമായിട്ടുണ്ടായിട്ടുള്ള ജനപ്രീതിയാണ് 71 തെരഞ്ഞെടുപ്പിൽ അവരെ സഹായിച്ചത് എന്ന്. അത് ശരിയല്ല. കാരണം 1971 തെരഞ്ഞെടുപ്പിന് ശേഷമാണ് ബംഗ്ലാദേശ് ലിബറേഷൻ വാർ ഉണ്ടാവുന്നത്. 1971 തെരഞ്ഞെടുപ്പിൽ അവർക്ക് അനുകൂലമായി വന്നത് മറ്റേ ബാങ്ക് നാഷണലൈസേഷനും അതേപോലെ തന്നെ പ്രീവിപ്പേഴ്സ് നിർത്തലാക്കിക്കൊണ്ടുള്ള ജനപ്രിയകരമായിട്ടുള്ള നടപടികളായിരുന്നു എന്നുള്ളതാണ് ആദ്യത്തെ ഒരു തിരുത്ത്. രണ്ടാമത്തെ കാര്യം, പൂന്തുറ കലാപത്തിൽ കൊല്ലപ്പെട്ടത് ഒരാളാണെന്നാണ് ഞാൻ പറഞ്ഞത് എന്ന് തോന്നുന്നു. യഥാർത്ഥത്തിൽ പൂന്തുറ കലാപത്തിൽ കൊല്ലപ്പെട്ടത് 5 പേരായിരുന്നു. യഥാർത്ഥത്തിൽ പൂന്തുറ കലാപത്തിന്റെ ഒരു ബാക്ക്ഡ്രോപ്പിലാണ് ഹിന്ദു ഐക്യവേദി എന്ന് പറയുന്ന ഒരു സംഘടന പോലും കേരളത്തിൽ ഉണ്ടാവുന്നത്. അതുവരെ ഹിന്ദു ഐക്യവേദി എന്ന് പറയുന്ന ഒരു സംഘടന കേരളത്തിൽ പ്രവർത്തിക്കുന്നില്ല. ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ മറ്റെല്ലാ രാഷ്ട്രീയത്തിനും അതീതമായി ഹിന്ദുക്കൾ സംഘടിക്കേണ്ടതുണ്ട് എന്നുള്ളൊരു കാഴ്ചപ്പാട് ഉണ്ടാവുന്നത് അതിനുശേഷമാണ്. അപ്പൊ ആ 2 കാര്യങ്ങൾ ഞാനന്ന് ഒരു തെറ്റ് തിരുത്താണ്ട് വിട്ട് കളയാന്ന് പറയുന്ന ഒരു അധാർമികമായതുകൊണ്ട് ഞാനത് തിരുത്തി പോവാണ്. 2, ഇനി ഈ എന്തുകൊണ്ട് RSS, അത് വളരെ കൃത്യമായിട്ട് ശ്രീ അഡ്വക്കേറ്റ് ജയപ്രകാശ് പറഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ യഥാർത്ഥത്തിൽ കേരളത്തിന്റെ രാഷ്ട്രീയം കഴിഞ്ഞ ഒരു 10 കൊല്ലമായിട്ട്, അല്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു 2000-ങ്ങൾക്ക് ശേഷം 1999 ആദ്യത്തെ അടൽ ബിഹാരി വാജ്പേയി വന്നതിന് ശേഷമാണ് ഈ പറയുന്ന ഭയങ്കര BJP വിരുദ്ധത എന്ന് പറയുന്ന ഒരു സ്ട്രോങ് സെല്ലിംഗ് പോയിന്റ് ആയി മാറുന്നത്. കാരണം അത് വെച്ചുകൊണ്ട് ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഭീതിയും അരക്ഷിതാവസ്ഥയും അരക്ഷിത ബോധവും സൃഷ്ടിച്ചുകൊണ്ട് നിങ്ങളെ ചുട്ടു തിന്നാനും നിങ്ങളെ ഇല്ലായ്മ ചെയ്യാനും ഒരു ഭീകര സത്വം ഇതാ രൂപപ്പെട്ട് വന്നിരിക്കുന്നു. ഈ അക്രമത്തിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കാൻ ഞങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അടിയൻ ലച്ചിപ്പോ
എന്ന് പറഞ്ഞ് രക്ഷകർത്താവ് ചമഞ്ഞുകൊണ്ട് ഇവരുടെ രക്ഷകർത്താവ് ആവാൻ ആര് എന്നുള്ളൊരു മത്സരമുണ്ട്. കഴിഞ്ഞ 10 കൊല്ലത്തിനിടയിൽ കേരളത്തിന്റെ രാഷ്ട്രീയം, അതായത് 2014 നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഈ ഭീതി വ്യാപനം വളരെ ശക്തമായിട്ട് പുനരുത്പാദിപ്പിക്കുകയും ഓരോ മുസ്ലിമിനെയും ഈ ഭീതിയുടെ നിഴലിൽ നിർത്തുകയും ഇവരെ രക്ഷിക്കാൻ ഞങ്ങളേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മത്സരം ഇവിടെ നടന്നുകൊണ്ടിരിക്കുക. കേരളത്തിലെ യഥാർത്ഥ രാഷ്ട്രീയ പ്രശ്നം എന്ന് പറയുന്നത് ആരാണ് RSSനെ കൂടുതൽ നന്നായി എതിർക്കുന്നത് എന്നുള്ളതാണ്. അതല്ലാത്ത യാതൊരു വിഷയങ്ങളും ഇപ്പൊ ഈ പറഞ്ഞ ചർച്ചയിലൊക്കെ പറഞ്ഞതുപോലെ ജനങ്ങളെ ബാധിക്കുന്ന ജനകീയ പ്രശ്നങ്ങൾ, നല്ല റോഡുകളില്ല, അടിസ്ഥാന സൗകര്യങ്ങളില്ല, ക്ഷേമ പെൻഷനുകൾ കിട്ടുന്നില്ല, ആശുപത്രികളിൽ മരുന്നില്ല, ഓപ്പറേഷൻ നടക്കുന്നില്ല, ഇതൊന്നും ഒരു സെല്ലിംഗ് പോയിന്റ് അല്ല. ഇതൊന്നും വെച്ച് കഴിഞ്ഞാൽ ചർച്ചയ്ക്ക് പോലും ആളുകൾ തയ്യാറല്ല. മാധ്യമങ്ങൾ പോലും ആഗ്രഹിക്കുന്നത്, ജനങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് എന്താണ് RSSനെതിരെ ഇന്ന് എടുത്തിട്ടുള്ള നടപടി. അതായത് ഇതാണ് ഒരു പ്രബലമായിട്ടുള്ള ഒരു വിഭാഗം, കേരളത്തിന്റെ ഏതാണ്ട് 29% വരുന്ന മുസ്ലിം വിഭാഗം ഒറ്റക്കെട്ടായി വോട്ട് ചെയ്യുന്നൊരു വിഭാഗം. അതിനേക്കാൾ കൂടുതൽ ജനസംഖ്യയിലുള്ള ആളുകൾക്ക് പോലും കൺസോൾട്ടേറ്റഡ് വോട്ടിംഗ് ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ട്, ആയിട്ട് വോട്ട് ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ട്, അവരുടെ വോട്ടുകൾ പല പാർട്ടികളിലായി പിരിഞ്ഞു കിടക്കുന്നത് കൊണ്ട് അവർക്കൊരു വലിയ സ്ട്രോങ് പൊളിറ്റിക്കൽ ഫോഴ്സ് ആവാൻ സാധിക്കുന്നില്ല. അവർക്ക് രാഷ്ട്രീയത്തിൽ ശക്തിയാവാൻ സാധിക്കുന്നില്ല. ആര് ഭരിക്കണം, ആര് തോൽക്കണം എന്ന് തീരുമാനിക്കാൻ ശേഷിയുള്ള ഒരു പ്രബല വിഭാഗമാവാൻ സാധിക്കുന്നില്ല. അതേ സമയത്ത് 29% കേരളത്തിലെ മുസ്ലിം വോട്ട് ബാങ്ക് ഒരു കൺസോൾട്ടേറ്റഡ് വോട്ട് ബാങ്കായി നിൽക്കുകയും അവർക്ക് തങ്ങൾക്ക് അനുകൂലമായി നിൽക്കുന്നവർക്ക് തരാതരത്തിൽ വോട്ടുകൾ മാറ്റി കൊടുക്കാൻ ഐഡിയോളജിക്കൽ കമ്മിറ്റ്മെന്റിന്റെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ LDF ആണ് RSS വിരുദ്ധത കൂടുതൽ ഉയർത്തിപ്പിടിച്ച് മുസ്ലിം അനുകൂല നിലപാട് സ്വീകരിക്കുന്നെങ്കിൽ LDFനും, അതല്ല UDF ആണ് LDFനേക്കാൾ നല്ല ഇസ്ലാമിക പ്രീണന നയങ്ങൾ സ്വീകരിക്കുന്ന, അല്ലെങ്കിൽ BJP സംഘപരിവാർ വിരുദ്ധ നയങ്ങൾ സ്വീകരിക്കുന്നെങ്കിൽ അവർക്കും ആശയത്തിന്റെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ വളരെ പ്രാക്ടിക്കലായി, പ്രാഗ്മാറ്റിക് ആയി വോട്ടുകൾ മാറ്റി കൊടുക്കാൻ സാധിക്കുന്ന ആയിട്ട് കൺസോൾട്ടേറ്റഡ് ആയിട്ട് ഒറ്റ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു സമൂഹത്തിന്റെ വോട്ട് മുഴുവൻ നിർണ്ണയിക്കാൻ സാധിക്കുന്ന ഒരു ശേഷിയായിട്ട് അവിടെ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവരാണ് ഡിസൈഡിങ് ഫാക്ടർ. ഇവരാണ് കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും ഒരു ഡിസൈഡിങ് ഫാക്ടറായി മാറിയിട്ടുള്ളത്. അപ്പൊ ആ വിഭാഗത്തിനെ പ്രീണിപ്പിക്കാൻ എന്ത് ചെയ്യണം എന്നുള്ളതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. ഈ വിഭാഗത്തെ പ്രീണിപ്പിക്കാൻ, ഇവരുടെ വോട്ട് സമാഹരിക്കാനാണ് ഇവിടെ നിരന്തരമായിട്ട് ഈ RSS വിരുദ്ധത പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതല്ലാതെ ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് റെലവെന്റ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ പോയിന്റേ അല്ല 1977 അടിയന്തരാവസ്ഥയുടെ ബാക്ക്ഡ്രോപ്പിൽ നിങ്ങൾ സ്വീകരിച്ചിട്ടുള്ള നിലപാട് എന്താണെന്നുള്ളത്. 1989 VP സിംഗിന്റെ മന്ത്രിസഭ വരുന്ന ഘട്ടത്തിൽ ഓരോ പാർട്ടികളും എവിടെയായിരുന്നു എന്നുള്ളത്. ഇവിടെ RSSനെ വളരെ ബോധപൂർവ്വം കൊണ്ടുവരും. കാരണം എന്താ വെച്ചാൽ RSSനെ പറ്റിയിട്ട് ഇവര് തന്നെ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ സൃഷ്ടിച്ചു വെച്ചിട്ടുള്ള ഒരു ഭയങ്കരമായിട്ടുള്ള ഭീതിജനകമായിട്ടുള്ള ഇമേജ് ഉണ്ട്. RSS എന്ന് പറയുന്നത് ന്യൂനപക്ഷ വിരുദ്ധമാണ്, മുസ്ലിം വിരുദ്ധമാണ്, മുസ്ലിങ്ങളുടെ ജീവിക്കാനുള്ള അവകാശത്തെ നഷ്ടപ്പെടുത്താൻ ഉദ്ദേശിച്ചിട്ടുള്ള ഒരു പ്രത്യയശാസ്ത്ര സംഘമാണ് എന്നൊരു ഭീതി അവർ തന്നെ സൃഷ്ടിച്ചിരിക്കുന്നു. ആ RSSൽ നിന്ന് രക്ഷിക്കാൻ ഞങ്ങളേ ഉള്ളൂ എന്നിവര് ഒരു വാദം നിരത്തുന്നു. എന്നിട്ട് മറ്റുള്ള ആളുകൾക്ക് RSSുമായിട്ട് ബന്ധമുണ്ടെന്ന് ഒരു നിരന്തരമായിട്ട് ആരോപിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് CPM കോൺഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കോൺഗ്രസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് CPM-ഉം BJP-യും തമ്മിൽ നെക്സസ് ആണ്, CPM-ഉം RSSും തമ്മിൽ നല്ല ബന്ധമുണ്ടെന്നുള്ളതാണ്. CPM ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? കോൺഗ്രസും RSSും തമ്മിലാണ് കൂടുതൽ നല്ല ബന്ധം, BJP കോൺഗ്രസ് തമ്മിലാണ് കൂടുതൽ ആഴത്തിലുള്ള ടൈപ്പ് എന്ന് പറയുന്നു. നിരന്തരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപിക്കണം. അതായത് ഒരേ എല്ലിൻ കഷ്ണത്തിന് വേണ്ടി കടിപിടി കൂടുന്ന പ്രയോഗം ശരിയാവുമെന്ന് എനിക്കറിയില്ല. ആ ജീവികളായിട്ട് കേരള രാഷ്ട്രീയത്തിലെ 2 പ്രബല വിഭാഗങ്ങൾ മാറിയിരിക്കുകയാണ്. ഒരേ എല്ലിൻ കഷ്ണത്തിന് വേണ്ടിയിട്ടാണ്, ഒരേ വോട്ട് ബാങ്കിന് വേണ്ടിയിട്ട് കടിപിടി കൂടുന്ന ആളുകളായിട്ട് മാറിയിരിക്കുകയാണ്. അതിനുള്ള കേവലം ഒരു പൊളിറ്റിക്കൽ വെപ്പണായി മാത്രമാണ് ഉപയോഗിക്കുന്നത്. ഇപ്പൊ നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം വോട്ട് വളരെ നിർണായകമായിട്ടുള്ള സ്വാധീനമായിട്ടുള്ള തെരഞ്ഞെടുപ്പാണത്. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ യഥാർത്ഥത്തിൽ ഏറ്റവും കബളിപ്പിക്കപ്പെടുന്ന ഒരു വിഭാഗമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം മുസ്ലിങ്ങളെ ഇവിടെ നിരന്തരമായിട്ട് ബോധവൽക്കരിച്ച് വെച്ചിരിക്കുന്നത് RSSനെ എതിർക്കുന്നവരാണ് മുസ്ലിം ഇൻട്രസ്റ്റ് സപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ RSSനെ എതിർക്കുന്ന എങ്ങനെയാണ് മുസ്ലിം ഇൻട്രസ്റ്റ് ആവുന്നത്? യഥാർത്ഥത്തിൽ മുസ്ലിം ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾ എന്താ ചെയ്യേണ്ടത്? ഇസ്ലാമിക സമൂഹത്തിനിടയിൽ കൂടുതൽ പരിഷ്കരണങ്ങളും പുരോഗമനങ്ങളും കൊണ്ടുവരണം, അവർക്ക് കൂടുതൽ അവസരങ്ങൾ കൊണ്ടുവരണം, അവരുടെ പെൺകുട്ടികൾക്ക് പഠിക്കാനുള്ള സാധ്യതകൾ ഉണ്ടാക്കണം, അവർക്ക് കൂടുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും തൊഴിൽ സ്ഥാപനങ്ങളും ഉണ്ടാവണം. നാടിന് പൊതുവായിട്ട് വികസനം ഉണ്ടാവുമ്പോൾ എല്ലാ വിഭാഗത്തിനും അതിന്റെ വികേന്ദ്രീകൃതമായിട്ടുള്ള ഫലം അനുഭവിക്കാൻ സാധിക്കുന്നത് പോലെ മുസ്ലിം സമൂഹത്തിന് അതിൻ്റെതായിട്ടുള്ള ഫലം ഉണ്ടാവും. അങ്ങനെ എല്ലാവർക്കും ഗുണം ഉണ്ടാവുകയും സമുദായത്തിന് ഗുണം ഉണ്ടാവുകയും ചെയ്യുന്ന കാര്യങ്ങളിൽ ഒന്നുമല്ല ഏതോ വിദൂരത്തിൽ കിടക്കുന്ന വടക്കേ ഇന്ത്യയിൽ നിന്ന് നാളെ നമ്മളെ തിന്നാൻ വേണ്ടി വരുന്ന 4 കൈയും 6 വാലുമുള്ള ആ ഒരു ഭീകര സ്വത്വത്തിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കാനുള്ള ഇവരുടെ ഈ ചക്കളത്തിപ്പോരാണ് യഥാർത്ഥത്തിലുള്ള മുസ്ലിം ഇൻട്രസ്റ്റ് എന്ന് ധരിച്ചു വശമായിട്ട് ഈ വിഡ്ഢിതരത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി വോട്ട് കുത്തുന്ന നിലയിലേക്ക് അവിടെ മാറിയിട്ടുണ്ട് എന്നുള്ളത് ഒരു വളരെ പ്രധാനമായിട്ടുള്ള പ്രശ്നമാണ്. പക്ഷെ ആ വോട്ട് ബാങ്കിനെ പ്രേരിപ്പിക്കാൻ ഇതാണ് ഒരു ആയുധം. അതുകൊണ്ട്
മറ്റ് വികസന പ്രശ്നങ്ങളൊന്നും കേരളത്തിൽ ഒരു പ്രശ്നമല്ലാണ്ടായിരിക്കുകയാണ്. നിലമ്പൂർ PV Anwar എന്തിനാണ് രാജിവെച്ചത്? PV Anwar രാജിവെക്കുന്നത് ഇതേ പോയിന്റ് പറഞ്ഞുകൊണ്ടാണ്. PV Anwar ഈ പോയിന്റ് രണ്ടാൾക്കെതിരെ പറയുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ തമാശ. PV Anwar ആദ്യം ഇടതുപക്ഷത്തിന്റെ ഭാഗമായി നിൽക്കുന്ന സമയത്ത് കോൺഗ്രസിനെതിരെയാണ് ഏറ്റവും ശക്തമായിട്ട് വാദങ്ങൾ ഉന്നയിച്ചിരുന്നത്. കോൺഗ്രസിന് RSS ബന്ധമുണ്ട് എന്നുള്ളതാണ് വാദിച്ചിരുന്നത്. VD സതീശനെതിരെ ഡയറക്റ്റ് ആയിട്ടുള്ള ആരോപണം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അതേ സമയത്ത് CPM പിന്തുണ കിട്ടുന്നില്ല എന്നായപ്പോ അതേ സാധനം CPM-നെതിരെ, അതായത് ഒരാളെ തെരഞ്ഞെടുപ്പിലുള്ള ഒരു എന്താണ് ദുർബലമായിട്ടുള്ള നിലയിലേക്ക് എത്തിക്കാൻ ഏറ്റവും സുന്ദരമായിട്ടും ഏറ്റവും എളുപ്പമായിട്ടും വിനിയോഗിക്കാൻ കഴിയുന്ന ഒരു ആയുധമായി ഇത് മാറിയിരിക്കുന്നു. RSS ബാന്ധവം മാറിയിരിക്കുന്നു എന്നല്ലാണ്ട് ഇതിനൊന്നും യാതൊരു സബ്സ്റ്റൻസും ഇല്ല, ഇതിനൊന്നും ഫാക്ച്വൽ ആയിട്ടുള്ള യാതൊരു ബാക്കിങ്ങും ഇല്ല എന്നുള്ളതാണ് വസ്തുത. ഓക്കെ, ഡോക്ടർ ജയപ്രസാദ്, നോക്കൂ, ഇന്ന് ഭാരതാംബ വിവാദം അത് വീണ്ടും കത്തിച്ചിരിക്കുകയാണ്. അതും ശംഖു നേരത്തെ പറഞ്ഞ പോലെ ന്യൂനപക്ഷ പ്രീണനത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയല്ലേ കാണേണ്ടത്? തീർച്ചയായിട്ടും. ഇന്നലെ ഇവിടെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ദിവസം RSS-മായി ബന്ധപ്പെടുത്തി ഉണ്ടാക്കിയ ചർച്ചയിൽ എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിന് ഒരു പരിഹാരം എന്നുള്ള തലത്തിലാണ് ഇന്ന് അനാവശ്യമായിട്ട് ഈ വിദ്യാർത്ഥികളുടെ ഒരു പരിപാടി, അത് വിശേഷിച്ച് നമുക്കറിയാം സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് എന്ന് പറയുന്ന വളരെ മാതൃകാപരമായ പ്രവർത്തനം നടക്കുന്ന കുട്ടികൾക്ക് അവാർഡ് കൊടുക്കുന്ന അല്ലെങ്കിൽ അത്തരമൊരു പരിപാടിയിൽ അത് ഗവർണറുടെ നേതൃത്വം നടക്കുന്നൊരു പ്രോഗ്രാമിൽ അനാവശ്യമായിട്ട്, സാധാരണ കേരളത്തിൻ്റെ ചരിത്രത്തിൽ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് ഒരു മന്ത്രി അങ്ങനെ ഇറങ്ങിപ്പോവുക. കാരണം ഗവർണറുടെ പരിപാടികളൊരു പ്രോട്ടോകോൾ പ്രോഗ്രാമാണ്, അതിനൊരു ടൈം ഫിക്സ് ചെയ്തിട്ടുണ്ടാകും. സാധാരണഗതിയിൽ അങ്ങനെ ആരും ചെയ്യാറില്ല. പക്ഷെ അത് ബോധപൂർവം അങ്ങനെ ഒരു ഇറങ്ങിപ്പോവുകയും അവിടെ നിന്ന് പ്രതിഷേധം ചെയ്തത് ഒരു പരിധിവരെ ഈ തിരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസത്തിൽ RSS-നെ എതിർക്കുന്നതിൽ ഞങ്ങൾക്കെന്തെങ്കിലും ഞങ്ങളുടെ ഭാഗത്തുണ്ടായ എതിർപ്പിൽ എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഇന്ന് ഞാനിത് നിങ്ങളുടെ മുന്നിൽ തെളിവ് സഹിതം സാധിച്ചിരിക്കുന്നു എന്നുള്ള ഒരു വളരെ ബോധപൂർവം വളരെ രാജ്ഭവൻ മാർച്ചും കൂടിയായപ്പോൾ എല്ലാം ഓക്കെ. അല്ലെ, ഒരു സാധാരണഗതിയിൽ ഒരു വിദ്യാഭ്യാസ മന്ത്രിയിൽ നിന്ന് നമ്മളാരും ഇത് എക്സ്പെക്ട് ചെയ്യുന്നില്ല. പിന്നെ കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രിയെക്കുറിച്ച് പ്രത്യേകിച്ച് നമ്മൾ പറയേണ്ട, കേരളത്തിലെ വിദ്യാഭ്യാസത്തിൻ്റെ അവസ്ഥ തന്നെ മന്ത്രി തന്നെയാണ്. അപ്പോൾ മന്ത്രി അതിൻ്റെ ഒരു പ്രതീകമാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൽ നിന്ന് അങ്ങനെ ഒരു പ്രവർത്തനമുണ്ടായത് ഞാൻ മനസ്സിലാക്കുന്നത് ഈ കഴിഞ്ഞ 2 ദിവസത്തെ RSS സംവാദവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും തരത്തിൽ കേരളത്തിലെ മുസ്ലിം സമൂഹത്തിൻ്റെ ഇടയിൽ ഇന്ന് തിരഞ്ഞെടുപ്പ് ദിവസം എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഉള്ളൊരു പരിഹാരക്രിയ എന്നുള്ള തലത്തിൽ വിദ്യാഭ്യാസ മന്ത്രി അവരുടെ സാധാരണ നമുക്കറിയാം കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് അടവ് നയത്തിൽ അടിസ്ഥാനപ്പെടുത്തി മാത്രം പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ്. അങ്ങനെ ഒരു എടുത്തുചാട്ടം ഒന്നും ചെയ്യാറില്ല. അപ്പോൾ അതിൽ ശരിയും തെറ്റുമൊക്കെ അത് വളരെ ആലോചിച്ച് തന്നെയാണ് ആ അടവ് നയത്തിൻ്റെ ഭാഗമാണ്. പിന്നെ മറ്റൊരു കാര്യം ഇവിടെ പറയുന്നത്, നേരത്തെ ഹക്സർ എപ്പോഴും ഉപയോഗിക്കുന്നതാണ്, CPM ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഈ കോലീബി സഖ്യം എന്ന് പറയുന്നത് 91-ൽ. പക്ഷേ എനിക്ക് ഹക്സറോട്, കാരണം ഹക്സർ വളരെ പഠിക്കുന്ന ഒരാളാണ്, 77-ലെ തിരഞ്ഞെടുപ്പിൽ മഞ്ചേശ്വരത്തും അതുപോലെ ഉദുമയിലും ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥികളാരായിരുന്നു. അപ്പോൾ ഉദുമയിൽ ഇലക്ഷൻ കമ്മീഷൻ്റെ തന്നെ ഗൂഗിൾ സെർച്ച് ചെയ്താൽ കിട്ടും. ഉദുമയിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി, അന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയല്ല, ഇടതുമുന്നണി സ്ഥാനാർത്ഥി KG മാരാരായിരുന്നു. അപ്പോൾ KG മാരാരുടെ RSS ബന്ധത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ശങ്കര ആൽവ, അദ്ദേഹമായിരുന്നു, ശങ്കര ആൽവ ആയിരുന്നു മഞ്ചേശ്വരത്തെ സ്ഥാനാർത്ഥി. അവിടെ ഇടതുമുന്നണിക്ക് സ്ഥാനാർത്ഥിയില്ല. അപ്പോൾ നമ്മൾ വടകരയിലെ കോലീബി സഖ്യം ഒരു മണ്ഡലത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ 1977 6 മണ്ഡലങ്ങളിലാണ് അന്ന് ഭാരതീയ ലോക്ദളിൻ്റെ ചിഹ്നത്തിൽ ജനതാ പാർട്ടി എന്നുള്ള ഇതിൽ മത്സരിക്കുന്നത്. അപ്പോൾ അതിലും അറിയപ്പെടുന്ന നേതാക്കളാണ് അന്ന് മത്സരിച്ചതെന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കേരളത്തിൻ്റെ മുസ്ലിം സമൂഹത്തെ പറ്റിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കറിയാം കേരളത്തിൽ നമ്മളിപ്പോൾ ഈ പെരിഫറലായിട്ടുള്ള ചർച്ചകൾ അല്ലാതെ കാതലായ പഠനം നടക്കുന്നില്ല. അപ്പം അതാത് ദിവസത്തെ വിഷയങ്ങൾ വന്നു പോകുന്നു. ജനങ്ങൾ അവരുടെ തിരക്കിനിടയിൽ ചരിത്രത്തിലേക്ക് ഇറങ്ങി പോകാൻ കഴിയുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇവർ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ചെയ്ത ഒന്നാണ് ഗുജറാത്ത് കലാപം. അപ്പം ഗർഭിണിയുടെ വയറ് കീറിയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, കഥകൾ പറഞ്ഞ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചതും മാർക്കറ്റ് ചെയ്ത ഗുജറാത്ത് കലാപമാണ്. സദ്ദാം ഹുസൈനെ ഇത് ചെയ്തിട്ടുണ്ട്, ഹമാസ്, അതുപോലെ തന്നെയാണ് അപ്പോൾ ഇനി വരാൻ പോകുന്ന ഉക്രൈൻ. അപ്പോൾ ഈ 2026 ഇറാനെ അനുകൂലിക്കുകയല്ലേ? അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. അപ്പം അത് എന്താണോ സദ്ദാം ഹുസൈൻ ചെയ്തത് അതാണ് ഇനി ഇറാൻ്റെ കാര്യത്തിൽ അവർ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് കേരളത്തിൻ്റെ രാഷ്ട്രീയ സംവിധാനത്തിൽ ജനങ്ങൾക്ക് ഇതിന് ഒരു ബോധവൽക്കരണം വേണം. കേരളത്തിലെ ന്യൂനപക്ഷ സമൂഹത്തെ എല്ലാ കാലഘട്ടത്തിലും മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ, അത് ഞാൻ മനസ്സിലാക്കുന്ന ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ ഒരു പരിവർത്തനം വന്നു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ മുസ്ലിം സമൂഹത്തിൽ കേരളത്തിൽ ഇപ്പോഴും ഒരു ചലനം ഉണ്ടായിട്ടില്ല. കേരളത്തിലെ മുസ്ലിം സമൂഹം ഇന്ന് ദേശീയ തലത്തിൽ ഈ തരത്തിൽ നമ്മൾ ഉത്തർപ്രദേശിലോ അല്ലെങ്കിൽ പശ്ചിമ ബംഗാൾ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ പോലും മുസ്ലിം സമൂഹം കേരളത്തിലെ പോലെ ചിന്തിക്കുന്നതല്ല.
ഇപ്പോൾ കേരളത്തിൻ്റെ ഒരു പ്രത്യേകത, അത് രാഷ്ട്രീയത്തിന് അതീതമായിട്ട് മുസ്ലിം വോട്ട് ബാങ്ക് കൺസോൾഡേറ്റ് ചെയ്ത് ഒരു സ്ഥലത്ത് മാത്രമേ ഇനിയുള്ള എല്ലാ തിരഞ്ഞെടുപ്പിലും മുസ്ലിം സമൂഹത്തിൻ്റെ വോട്ട് സ്പ്ലിറ്റ് ചെയ്യപ്പെടില്ല. അപ്പം ഇത് CPM-ന് വളരെ നല്ലവണ്ണം അറിയാം. അത് ഏത് ഭാഗത്ത് വീഴും എന്നുള്ള കാര്യത്തിൽ മാത്രമാണ് സംശയം ഉണ്ടാകുക. അതിനാവശ്യമായ അടവ് നയങ്ങളിൽ RSS എല്ലാ കാലത്തും ചർച്ചയിൽ വന്നുകൊണ്ടേയിരിക്കും. എൻ ശ്രീകുമാർ, 2 മിനിറ്റ് മാത്രമേ ശേഷിക്കുന്നുള്ളൂ. അതുകൊണ്ട് അതിനകത്ത് താങ്കൾ ഒതുക്കുക. ഈ RSSനോടുള്ള ഐത്തം അത് എത്ര കാലം ഇങ്ങനെ കൊണ്ടു നടക്കാൻ ആവും? എത്ര കാലം ഇത് ഇടത് വലത് മുന്നണികൾക്ക് ഗുണം ചെയ്യും എന്നാണ് താങ്കൾ കരുതുന്നത്? ഡോക്ടർ നമ്പ്യാർ, ഈ CPM-ൻ്റെ RSS BJP ബന്ധം ഉണ്ടായത് കേന്ദ്രത്തിൽ കോൺഗ്രസ് ഭരിക്കുമ്പോൾ കോൺഗ്രസിനെ എതിർക്കുന്നതിൻ്റെ ഭാഗമായിരുന്നു. അതിനെ പല തെരഞ്ഞെടുപ്പുകളിലും അവർ പഴയ ജനസംഘവും CPM ഒക്കെ യോജിച്ചിട്ടുണ്ട്. അതൊക്കെ ചരിത്രമാണ്, അത് സംശയമില്ല. അതുപോലെ ഇവരെ ആലോപിക്കുന്ന കോലീബി സഖ്യം എന്നുള്ളത് അത് ഒരു ഘട്ടത്തിൽ ബേപ്പൂരും വടകരയിലും ഉണ്ടായിട്ടുള്ളതാണ്. അതിൻ്റെ അന്ന് പാർട്ടി എടുത്ത തീരുമാനമാണോ അതോ അത് ചില നേതാക്കളുടെ താല്പര്യപ്രകാരം ഉണ്ടായൊരു ഒരു സഖ്യമാണോ എന്നുള്ളതൊക്കെ നമുക്ക് ഒരുപാട് ചർച്ച ചെയ്തതാണ്. അപ്പോൾ ഈ രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങൾ മറയ്ക്കാൻ പറ്റില്ല. പക്ഷേ CPM അവരുടെ ഈ യാഥാർത്ഥ്യം മറയ്ക്കാൻ ശ്രമിക്കുന്നതാണ് അവർക്ക് വിനയായത്. ഇപ്പോൾ ഇന്നലെ ഗോവിന്ദ മാഷോട് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്താ പറഞ്ഞത്? RSSമായിട്ട് ഞങ്ങൾക്ക് ബന്ധമുണ്ടായിരുന്നു, അപ്പോൾ അത് വിവാദമായില്ല എന്ന് ചോദിച്ചപ്പോൾ വിവാദമായാൽ എന്താണ്, സത്യമല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ആ സത്യം അവിടെ നിലനിൽക്കുമ്പോൾ അവർക്ക് ഇനിയും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ അവർക്കിനി ന്യായീകരിക്കാൻ പറ്റില്ല. ഇപ്പോൾ വളച്ചൊടിച്ചു എന്നൊക്കെ പഴയ കാലത്ത് അച്ചടി മാധ്യമമുള്ള സമയത്തേ പറയാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ നിങ്ങളുടെ മുമ്പിലും അതിൻ്റെ കൃത്യമായ തെളിവുകൾ ഉണ്ട്, വീഡിയോ എല്ലാം ഉണ്ട്. അപ്പോൾ അവർക്ക് ഒന്നും ഇനി നിഷേധിക്കാൻ പറ്റില്ല. മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞത് ഇത് വിശദീകരിച്ച മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞത്, അതായത് ആദ്യമേ രസകരമായ വസ്തുത, പാർട്ടി സെക്രട്ടറി പറഞ്ഞതിനെ തള്ളിപ്പറഞ്ഞതാരാ? നിലമ്പൂരിലത്തെ സ്ഥാനാർത്ഥി. പിന്നെ തള്ളിപ്പറഞ്ഞതാരാ? മുഖ്യമന്ത്രി. പഴയ കാലത്ത് പാർട്ടി സെക്രട്ടറിയാണ് മുഖ്യമന്ത്രിയെയും സ്ഥാനാർത്ഥിയും ഒക്കെ തിരുത്തുക. ഇത് നേരെ മറിച്ചായിപ്പോയി. അത് വേറൊരു വിരോധാഭാസം. അപ്പോൾ ഗോവിന്ദ മാഷ് ഇന്നലെ പറഞ്ഞൊരു കാര്യത്തെക്കുറിച്ച് അദ്ദേഹം ഒരു താത്വികമായിട്ട് ചില കാര്യങ്ങൾ പറയാണല്ലോ. അപ്പോൾ അത് പറയുമ്പോഴേ ഇത് വിവാദമാകുമെന്ന് പറയുമ്പോൾ എന്നെ തിരുത്താൻ നിങ്ങളാരാ എന്നുള്ളൊരു മാനസികാവസ്ഥയിലായിരിക്കാം ഒരുപക്ഷെ അങ്ങനെ പൊട്ടിത്തെറിച്ചിട്ടുണ്ടാവുക. പക്ഷെ അത് വിനയായിപ്പോയി. എന്തായാലും ഇനി അവർക്കതിനെ തിരുത്താൻ കഴിയില്ല. കാരണം K. രാമൻപിള്ള ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ട് RSSൻ്റെ വോട്ട് അവർ അഭ്യർത്ഥിച്ചു. ഇത് പകൽ പോലെ വ്യക്തമാണ്. കോൺഗ്രസിനോടുള്ള RSSൻ്റെ ബന്ധമെന്ന് CPM ആരോപിക്കുന്നത് ഇന്ദിരാഗാന്ധി ബംഗ്ലാദേശ് യുദ്ധം ജയിച്ച സമയത്ത് അന്ന് RSS ഉൾപ്പെടെയുള്ള സംഘപരിവാർ വിഭാഗങ്ങൾ ഇന്ദിരാഗാന്ധിക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ച തെരഞ്ഞെടുപ്പിലല്ല. അന്നാണ് വാജ്പേയി ഇന്ദിരാഗാന്ധിയെ പ്രശംസിച്ചതൊക്കെ. അതിനുശേഷം നരസിംഹറാവു വന്നപ്പോഴും വാജ്പേയിയെ വിദേശത്തേക്ക് അയച്ച കഥയൊക്കെ വേറെ വിഷയങ്ങളാണ്. പക്ഷേ തെരഞ്ഞെടുപ്പ് സഖ്യത്തിൻ്റെ കാര്യത്തിൽ കൃത്യമായിട്ട് CPM നിലപാടെടുത്തിട്ടുണ്ട്. അതിൽ ഒരു ഒറ്റ കാര്യം പറഞ്ഞു നിർത്താം. 1980 കാര്യം ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞു. 80 കോൺഗ്രസും അതുപോലെ RSSും ബന്ധപ്പെട്ടെന്ന് അദ്ദേഹം പലവട്ടം പറഞ്ഞു. സത്യത്തിൽ 1980 കോൺഗ്രസിൽ 2 വിഭാഗമുണ്ട്. ഒന്ന് കോൺഗ്രസ് യുവും ഒന്ന് ഇന്ദിരാ കോൺഗ്രസും. കോൺഗ്രസ് യു ആണ് അന്ന് 1980 ഇടതുപക്ഷ മുന്നണി ഉണ്ടാക്കിയിട്ട് ഈ CPM-നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. CPI-യും കോൺഗ്രസും കൂടെ ചേർന്നിട്ടാണ്. അന്ന് കരുണാകരൻ്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് ആണ് ജനതാ പാർട്ടിയുമായി സഹകരിച്ചത്. അപ്പോഴും ജനസംഘമില്ല. 1989 BJP വന്നപ്പോൾ ആ BJPക്കൊപ്പം എല്ലാ ബുധനാഴ്ചയും അത്താഴ വിരുന്ന് നടത്തിയത് EMS-ഉം അദ്വാനിയും VP-സിംഗും ഉൾപ്പെടെയുള്ള നേതാക്കളാണ്. ഇപ്പം ഇതൊക്കെ ചരിത്രമാണ്. ഈ ചരിത്രം ഇത് പുറത്തു വന്നു ഗോവിന്ദ മാഷോടെ. അതുകൊണ്ട് സത്യം അദ്ദേഹം പറഞ്ഞ സ്ഥിതിക്ക് ഇനി അവർക്ക് തിരുത്താൻ പറ്റില്ല. അത് അവരെ RSS-ആയിട്ട് CPM-ന് ബന്ധമില്ലെന്ന് ഇനി അവർക്ക് പറയാൻ പറ്റില്ല. മാത്രമല്ല RSS ADGP ബന്ധം, EP ജയരാജൻ്റെ ജാവേദ് ഖറുമായിട്ടുള്ള സന്ദർശനം, ഇതൊക്കെ നാളെ ചർച്ചയാകുമ്പോൾ ഗോവിന്ദ മാഷ സത്യാവസ്ഥ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും കേരളത്തിൽ. ഓക്കെ അസ്കർ, ഒറ്റ മിനിറ്റ് അസ്കർ, മറുപടി. ഏറ്റവും ചുരുങ്ങിയ പക്ഷം താത്വികാചാര്യൻ EMS പറഞ്ഞെങ്കിലും അംഗീകരിക്കുമോ? സന്നദ്ധ സംഘടനയാണ് RSS എന്നുള്ളത്. ഡോക്ടർ ജയപ്രസാദ് പറഞ്ഞ ഒരു കാര്യത്തിൽ ഒരു തിരുത്തുകൂടെ വേണം. 1977 ഉദുമയിലും മഞ്ചേശ്വരത്തും നടന്ന തെരഞ്ഞെടുപ്പിൽ ജനതാ പാർട്ടിയാണ് മത്സരിക്കുന്നത്. ജനതാ പാർട്ടിയിൽ സോഷ്യലിസ്റ്റും അതുപോലെ ജനസംഘം നേതാക്കന്മാരും ഒക്കെ ചേർന്നുള്ളതാണ്. 77 മൊറാർജി ദേശായി മന്ത്രിസഭയിൽ കൃത്യമായിട്ട് ശങ്കുറ്റി ദാസ് അത് വിശദീകരിച്ചിട്ടുണ്ട്. അതിൽ CPM-ഉം ഇടതുപക്ഷവും പുറത്തു നിന്ന് പിന്തുണയ്ക്കുന്ന ഒരു മന്ത്രിസഭയാണ് ഉണ്ടാകുന്നത്. അപ്പോ വളരെ കൃത്യമായി അതിനെ ഒക്കെ തന്നെ ഒരു ബാന്ധവം എന്ന തരത്തിൽ ചിത്രീകരിക്കാനാവില്ലേ? വളരെ കൃത്യമായിട്ട് ഇതിൽ പറഞ്ഞു. RSS EMS പറഞ്ഞിട്ടുള്ള RSS എന്ന് പറയുന്നത് ഒരു സാംസ്കാരിക സംഘടന എന്നുള്ളത് പോലെ തന്നെ RSS എന്ന് പറയുന്നത് മത തീവ്രവാദം പ്രചരിപ്പിക്കുന്ന വർഗീയ സംഘടന എന്ന് തന്നെയാണ് പറയുന്നത്. ഹിന്ദുത്വ രാഷ്ട്രം വിഭാവന ചെയ്യുന്ന ഒരു സംഘടന അല്ല. EMS-ന്റെ നിങ്ങളൊരു നിയമസഭാ
മറുപടി മാത്രം എടുത്തു വെച്ചുകൊണ്ട് EMS പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞത്. EMSന്റെ ജീവിതത്തിൽ ഉടനീളമുള്ള മുഴുവൻ അദ്ദേഹത്തിന്റെ ലേഖനങ്ങളും പ്രഭാഷണങ്ങളും പരിശോധിച്ചാൽ RSSന്റെ ഒരു സ്ഥലത്തും അദ്ദേഹം ന്യായീകരിച്ചിട്ടില്ല. RSS ഒരു ഹിന്ദുത്വ തീവ്രവാദം പ്രചരിപ്പിക്കുന്ന സംഘടന എന്നു തന്നെയാണ് EMS പല ഘട്ടങ്ങളിലും പറഞ്ഞിട്ടുള്ളത്. അത് അദ്ദേഹത്തിന്റെ സമ്പൂർണ്ണ കൃതികൾ വളരെ കൃത്യമായി പല ഭാഗത്തും അത് പല ലേഖനങ്ങളിൽ പക്ഷെ ആവർത്തിക്കുന്നുണ്ട്. നിയമസഭയിലേത് ഔദ്യോഗികമായിട്ടുള്ള രേഖയാണത്. അതല്ല, ഇപ്പൊ എങ്കിലും അങ്ങും സംഘപരിവാറും EMSനെ അനുകൂലിക്കുന്നതിൽ നന്ദിയുണ്ട്. ഓക്കെ വളരെയധികം നന്ദി അഡ്വക്കേറ്റ് BN അസ്ക, ഡോക്ടർ ജയപ്രസാദ്, N ശ്രീകുമാർ, അഡ്വക്കേറ്റ് ശങ്കുട്ടി ദാസ്. ഈ ചർച്ച സജീവമാക്കിയതിന് ജന ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്തേ.